കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ലഭ്യമായ സമയത്തിനുള്ളിൽ ചില അത്യാവശ്യ കാര്യങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു വിഭാഗത്തോടല്ല, ഒരു മതത്തോടല്ല, ഒരു സഭയോടല്ല, ഒരു ദേശത്തോടല്ല. ഈ ലോകത്തിലെ 800 കോടി ജനങ്ങളും നേരിടുവാൻ പോകുന്ന ഒരു സംഭവത്തെ അല്പം ഒന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് എൻ്റെ ഉദ്ദേശം. കർത്താവ് സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചൊന്ന് സഹായിക്കാമോ? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ലക്ഷ്യം പരീക്ഷ എഴുതി ജയിക്കുക എന്നാണ്. ഓട്ടക്കാരുടെ ലക്ഷ്യം ഓട്ടത്തിൽ ജയിക്കുക. എല്ലാം ജയമാണ് നോക്കുന്നത്. എന്നാൽ പരീക്ഷ എഴുതുന്ന എല്ലാവരും ജയിക്കത്തില്ല. നമുക്കതറിയാം. ഓടുന്നവരെല്ലാവരും അവിടെയും ജയിക്കുന്നില്ല. പക്ഷെ ജയിക്കുന്നവനെക്കുറിച്ചാണ് തിരുവചനം പറയുന്നത്. പരീക്ഷ എഴുതിയവനെക്കുറിച്ചുമല്ല, അറ്റൻഡ് ചെയ്തവനെക്കുറിച്ചുമല്ല. ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഈ വാക്യം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. സമയം ലഭിച്ചാൽ ഒടുവിൽ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. നമ്മൾ നിൽക്കുന്ന ഇന്നത്തെ ഈ ലോകം 198 രാജ്യങ്ങൾ, ഏതാണ്ട് യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചത് 800 കോടി ജനങ്ങൾ നമ്മളെ കൂടി ചേർത്ത്. ഈ 198 രാജ്യങ്ങൾ, വിവിധ ഭാഷകൾ. ശ്രദ്ധിച്ചാൽ 3 വിധത്തിലുള്ള പ്രത്യേകതകൾ ഈ തലമുറയുടെ 2-ാം പാദത്തിൽ കാണാം. 3 വിധത്തിലുള്ള പ്രത്യേകതകൾ. ഒന്ന്, ശാസ്ത്രീയമായ ഒരു സുവർണ യുഗം. എന്തും പിടിയിൽ ഒതുക്കാമെന്ന് ശാസ്ത്രം മാനവജാതിയെ കൊണ്ട് സമ്മതിപ്പിച്ച് അതിൻ്റെ ഗുണഭോക്താക്കളാകുന്ന കാലം. ഏതാണ്ട് ഒരു 60 വർഷങ്ങൾക്ക് മുൻപ് ഈ ഉള്ളന്നൂരിൽ നിന്ന് തിരുവനന്തപുരത്തിന് പോകണമെങ്കിൽ കാൽനടയാണെങ്കിൽ 2 ദിവസം കുറഞ്ഞത്. എന്നാൽ ഇന്ന് വൈകുന്നേരം ഇവിടെ അത്താഴം കഴിച്ചാൽ നാളെ വൈകുന്നേരം ഈ ലോകത്തിൻ്റെ മറുഭാഗത്ത് പോയി അത്താഴം കഴിക്കാം. ശാസ്ത്രത്തിൻ്റെ നേട്ടമാണ്. ന്യൂഡൽഹി ദൂരം 12,000 കിലോമീറ്റർ, 16 മണിക്കൂർ കൊണ്ടത് കവർ ചെയ്യാം. പൂർവ്വകാലങ്ങളിൽ നിലാവുള്ള രാത്രിയിൽ മുറ്റത്തിറങ്ങി പൂർണ്ണചന്ദ്രനെ നോക്കി ചന്ദ്ര അമ്പിളിയമ്മാവ എന്ന് വിളിക്കുന്നെങ്കിൽ ഈ ഭൂമിയിൽ നിന്നോ ചന്ദ്രനിലെത്താൻ 3 ദിവസം മതി. അത്രത്തോളം പുരോഗമിച്ചൊരു ലോകം അല്ലേ? ബിരിയാണി മുതൽ ബിസ്ക്കറ്റ് വരെ കയ്യിലിരിക്കുന്ന ഉപകരണത്തെ ഞെക്കിയാൽ വീട്ടിൽ വരുന്ന കാലം. അത്രത്തോളം ശാസ്ത്രം സംഭാവനകൾ നൽകി. ഒന്നിലും ഒരു കുറവുമില്ല. ജീവിതത്തെ ഏറ്റവും സുഖമാക്കുവാൻ എന്തെല്ലാം തരാമോ അതെല്ലാം തന്നു കഴിഞ്ഞു. ഏറ്റവും വലിയൊരു മാലയുണ്ട്. ആ മാലയുടെ മുത്തുകളായിട്ട് ഞാനും നിങ്ങളും മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാറിക്കഴിഞ്ഞു. ആ ശാസ്ത്രത്തിൻ്റെ മാലയുടെ പേരാണ് ഇൻ്റർനെറ്റ്. ആ മാലയുടെ മുത്തുകളാണ്. ആ ഓരോ മുത്തും കയ്യിലിരിപ്പുണ്ട് അല്ലേ? അപ്പോൾ ഇൻ്റർനെറ്റ് എന്നൊരു മാല കൊണ്ട് ശാസ്ത്രം ലോകത്തെ മുഴുവൻ ഒന്നിച്ച് ബന്ധിച്ചു കഴിഞ്ഞു. എല്ലാം സാധ്യമെന്ന രീതിയിൽ വിവിധ രീതിയിൽ ഉയർന്നു. മെഡിക്കൽ സയൻസ് വലിയ വിജയത്തിൻ്റെ വീരഹാസങ്ങൾ പറയുകയാണ്. സകലവിധമായ കാര്യങ്ങളിലും വൈദ്യശാസ്ത്രം നോക്കിക്കേ. കാറിൻ്റെ ടയർ മാറ്റി ഇടുന്നത് പോലെ അന്തരാവയവങ്ങൾ, കിഡ്നി, ലിവറ് മുതലായ, കരള്, ലങ്സ് മുതലായത് ഒരു ചെടി പറിച്ചു നടന്ന ലാഘവത്തിൽ കാറിൻ്റെ ടയർ മാറ്റുന്നത് പോലെ പറിച്ചു നടന്ന കാലം. സാധാരണക്കാർക്കെല്ലാം ഉള്ള ഇൻസുലിൻ രാവിലെയും വൈകിട്ടും ഇഞ്ചക്ഷൻ എടുക്കേണ്ടതിന് പകരം ശരീരത്തിൽ പമ്പ് ഘടിപ്പിക്കുന്ന കാലം. വീട്ടിലെ ടാങ്കിൽ നിന്നും വെള്ളം ടാപ്പ് തുറക്കുമ്പം വരുന്നത് പോലെ ആവശ്യത്തിന് സ്വയം ഇൻസുലിൻ ശരീരത്തിൽ നിന്ന് നൽകത്തക്കവണ്ണം ഇൻസുലിൻ പമ്പ്. ഹാർട്ടിൻ്റെ ഋതം തെറ്റിയാൽ അത് മാറ്റുവാൻ പേസ് മേക്കർ പിടിപ്പിച്ച് നടക്കുന്ന ആളുകൾ. അങ്ങനെ ഏതെല്ലാം വിധത്തിൽ, ഏതെല്ലാം തരത്തിൽ വൈദ്യശാസ്ത്രം വളരെയധികം പുരോഗമിച്ചു കഴിഞ്ഞ ഒരു കാലം. സകല വിധത്തിലും പുറമേ നോക്കിയാൽ ശാസ്ത്രത്തിൻ്റെ ഉത്സവം നടക്കുന്ന ലോകം. എല്ലാ വിധത്തിലും മനുഷ്യർക്ക് എന്തെല്ലാം തരാമോ അതെല്ലാം നൽകിക്കഴിഞ്ഞു. അടുത്തത് ചൊവ്വായിലേക്ക് 5.5 കോടി കിലോമീറ്റർ ദൈർഘ്യമുള്ള ചൊവ്വായിൽ പോകുവാൻ തയ്യാറാകുന്നു. അങ്ങനെ ഭൂമിയെ മാത്രമല്ല, ആകാശത്തെ മാത്രമല്ല, സ്പേസിൽ പോലും
പാദങ്ങൾ പതിപ്പിക്കുവാൻ സയൻസിന് കഴിഞ്ഞു, ശാസ്ത്രം പുരോഗമിച്ചു. മറുവശത്തെ രണ്ടാമത്തെ പ്രത്യേകത, സാംസ്കാരികമായി ലോകം വളരെ ഉയർന്നു. എല്ലാ ഗ്രാമങ്ങളിൽ പോലും സുന്ദരമായ കൊച്ചു വീടുകളല്ല, നമ്മൾ താമസിക്കുന്നത് ചെറിയ കൊട്ടാരം. സകല വിധത്തിലുള്ള പുരോഗതി ഇന്ത്യ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലും ഒരു സാംസ്കാരിക നവോത്ഥാനം. വിദ്യാഭ്യാസം വിവിധ മേഖലകളിൽ ഉയർന്നു കഴിഞ്ഞു. ഏതെല്ലാം വിധത്തിൽ പഠിക്കാമോ ആ വിധത്തിൽ പഠിക്കത്തക്കവണ്ണമുള്ള സജ്ജീകരണങ്ങൾ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും. ഒരു സംസ്കാര പുരോഗതി. ഇന്ന് ഒരു രാജ്യത്തുണ്ടാകുന്ന ഒരു പുതിയ കാര്യം 24 മണിക്കൂറിൽ ലോകമെപ്പാടും വന്നു കഴിയും. അത് നമ്മൾ അനുവർത്തിക്കുന്നു. അങ്ങനെ ഒരു നെട്ടോട്ടമാണ് സാംസ്കാരികമായി. അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇനി ഒരു പിന്നാമ്പുറമുണ്ട്. ഇത്രയെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും, ശാസ്ത്രം ഇത്രയും ഉയർന്നിട്ടും, സംസ്കാരം ഇത്രയും ഔന്നത്യം പ്രാപിച്ചിട്ടും ഒരു കാര്യം, മനുഷ്യർക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല. നിരാശരുടെ ഒരു കൂടാരമായി ഈ ഭൂമി മാറി. നാളെ എന്ത് സംഭവിക്കുമെന്ന ചിന്തയിൽ ഭാരപ്പെടുന്നു. രാഷ്ട്രീയ ഗോളങ്ങൾ പിരിമുറുക്കത്തോടെ നിൽക്കുന്നു. അണുവായുധങ്ങളുടെ നാമ്പിന് മൂർച്ച കൂട്ടിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങൾ എന്തോ ഒന്നിന് തയ്യാറെടുക്കുന്നു. മനുഷ്യർക്ക് സമാധാനമില്ല. അക്രമവും അനീതിയും ചതിവും വഞ്ചനയും ആകാശത്തോളം കുമിഞ്ഞു കഴിഞ്ഞു. ആരെയും വിശ്വസിക്കാൻ മേലാത്ത ഒരു സ്ഥിതി. ഒരു വിധത്തിലും ആരെയും നമുക്ക് വിശ്വസിക്കാൻ മേലാത്ത രീതിയിൽ മനുഷ്യവർഗം അധപ്പതിച്ചു കഴിഞ്ഞു, ഇല്ലേ? അപ്പോൾ ആത്മീയമായിട്ട് എന്താണ് കാരണം? അതാണ് ഏറ്റവും പ്രധാനം. ആത്മീയ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഇതാ 2 കാലങ്ങളുടെ സംഗമം. 2 കാലങ്ങൾ ഒന്നിച്ച് സംഗമിക്കുന്ന തലമുറയാണ് എൻ്റെ പ്രഭാഷണം ഇവിടെയും ലോകത്തിൽ എവിടെയും ഇരുന്ന് കേൾക്കുന്നത്. ഏതാണ് ഈ 2 കാലം? ഒന്നാമത്തെ കാലം, ഇന്നേക്ക് 6000 വർഷങ്ങൾക്ക് മുൻപ് ആദ്യത്തെ മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചെങ്കിൽ വെറുതെ സൃഷ്ടിക്കുകയല്ല, ഭൂമിയുടെ മേൽ ആധിപത്യം നൽകി. ജീവിക്കുവാനല്ല പറഞ്ഞത്, നീ അതിനെ അടക്കി വാഴുക. അങ്ങനെ ആധിപത്യം നൽകി മനുഷ്യനെ സൃഷ്ടിച്ചു. അവനൊരു ന്യൂനതയുണ്ടായിരുന്നു, അത് പരിഹരിച്ചു. ഒരു തക്ക തുണ അതും നൽകി. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം, കൂടുതൽ വിവരിക്കാൻ നമുക്ക് സമയമില്ല, തിന്മയുടെ ശക്തിയായ സാത്താൻ മനുഷ്യനെ വഞ്ചിച്ച് അവനെ ആത്മീയത്തിൽ മരിപ്പിച്ചു. ദൈവം തമ്പുരാൻ പറഞ്ഞു, ആ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആത്മീയ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. തുടർന്ന് ശരീരത്തിൽ 900-ൽ പരം വർഷം ആദാം ഹവ്വാമാർ ജീവിച്ചെങ്കിലും ആത്മീയത്തിൽ മരിച്ചു. സാത്താൻ ആർത്ത് സന്തോഷിച്ചു. എന്താണെന്നറിയാമോ? അവനും ആത്മീയത്തിൽ മരിച്ചവനാ. അവൻ തേജസ്സിൽ ജീവിച്ച കാലമുണ്ടായിരുന്നു. അവിടുന്ന് അഹന്ത വന്നപ്പോൾ ദൈവം അവനെ ആത്മീയത്തിൽ മരിപ്പിച്ചു. അവനറിയാം അവനെ വെച്ചിരിക്കുന്ന അവസാനം ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക. അപ്പോൾ പാപത്തിൽ മരിച്ച മനുഷ്യരെക്കുറിച്ചും വേദപുസ്തകം പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ എറിയും. സാത്താന് സന്തോഷമായി. അവനറിയാം അവൻ ഗന്ധകത്തൈയിലേക്ക് പോകുന്നു. പകരം ദൈവം സൃഷ്ടിച്ച മേത്തര സൃഷ്ടിയെയും കൊണ്ടുപോകാൻ സാധിക്കും എന്ന് വിചാരിച്ച് അവൻ സന്തോഷിച്ചെങ്കിലും ദൈവത്തിൻ്റെ തിരുമനസ്സിൽ ഒരു മർമ്മമുണ്ടായിരുന്നു, ഈ മനുഷ്യനെ ഉദ്ധരിക്കും. എന്തുകൊണ്ട്? സാത്താൻ പാപം ചെയ്തിട്ട് അവൻ അവസരം കൊടുത്തില്ല. മനുഷ്യർക്ക് ഉദ്ധരിക്കുവാൻ അവസരമുണ്ട്. തിരുവചനം വെളിപ്പെടുത്തുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സാത്താനിൽ അല്ലെങ്കിൽ ദൂതനിൽ അവനിൽ പാപം സ്വയമുണ്ടായി. ഞാൻ ദൈവത്തോട് തുല്യനാകും, സ്വയമുണ്ടായി. എന്നാൽ മനുഷ്യനിൽ പാപം പ്രവേശിച്ചു. മനുഷ്യനിൽ പാപം സ്വയമുണ്ടായില്ല, പ്രവേശിച്ചു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഏത്തക്കൊല വീട്ടിൽ ഉണ്ടെങ്കിൽ വീട്ടിലെ ഏത്തക്കൊല, ഏത്തവാഴ കൃഷി ഇല്ലാത്തവർ വിലയ്ക്ക് മേടിക്കും. 2 ഏത്തപ്പഴമാണ്, പക്ഷെ ഒരു വ്യത്യാസം, ഒന്ന് വിലയ്ക്ക് മേടിച്ചത്, ഒന്ന് കൃഷി ചെയ്തത്. ഇതുപോലെ സാത്താൻ്റെ ഉള്ളിൽ പാപമുണ്ടായി. മനുഷ്യരിൽ പ്രലോഭനത്താൽ പാപം വന്നു. അത് നിമിത്തം ദൈവം കനിവ് കാണിക്കുന്നു. 2, സാത്താനെ സൃഷ്ടിച്ചതിൻ്റെ റോ മെറ്റീരിയൽ തേജസ്സാ.
എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് വെറും മണ്ണാണ്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ദൈവം അവനെ ഉദ്ധരിക്കുവാൻ തീരുമാനിച്ചു. 3, സാത്താനെ സൃഷ്ടിച്ചതിൻ്റെ മെറ്റീരിയൽ തേജസ് ആണെങ്കിൽ, നമ്മളെ മണ്ണ് കൊണ്ടാണെങ്കിൽ അതിന് ദൈവം തമ്പുരാൻ അതിനാൽ രണ്ടാമത്തെ കാര്യം അത് നിമിത്തം മനുഷ്യനെ ഉദ്ധരിക്കുവാൻ ദൈവം തീരുമാനിച്ചു. 3, ദൈവം ദൂതനെ സൃഷ്ടിച്ചത് ദൂതന്റെ രൂപത്തിൽ, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ശ്വാസത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചതിനാൽ ദൈവം മനുഷ്യരെ ഉദ്ധരിക്കുവാൻ തീരുമാനിച്ചു. വെറുതെ പൊക്കിയെടുക്കുകയല്ല. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചു. ഈ ലോകത്തിന് നൽകുവാനുള്ള സദ്വർത്തമാനം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യമാണ് ദൈവം തമ്പുരാൻ ഉപയോഗിച്ച മാർഗം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. ആരെങ്കിലും വായിച്ചാട്ടെ, വേഗം വായിച്ചു തരണം. നമുക്ക് ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. അടുത്ത വാക്യം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി മനുഷ്യ സാദൃശ്യത്തിലായി ദൈവം മനുഷ്യനായി രൂപഭേദം വന്നതാണ് കർത്താവായ യേശു. എന്തിന്? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തം എടുത്തു. എബ്രായർ 2:14-15 കാണാം. മനുഷ്യർക്ക് ജഡവും രക്തവും ഉള്ളതിനാൽ അവരെ ഉദ്ധരിക്കുവാൻ ദൈവം ജഡവും രക്തവും എടുത്തു. അതാണ് യേശു. ഇത് ക്രിസ്ത്യാനികളുടെ കുത്തകയല്ല, പെന്തിക്കോസ്തുകാരുടെ കുത്തകയല്ല. ആകമാന മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ ഏകപരിഹാരം അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം. നോക്കിക്കേ, ദൈവത്തിന്റെ സ്നേഹം അവിടെ നിന്ന് തീരുന്നില്ല. തൻ്റെ രക്തത്താൽ മനുഷ്യന്റെ പാപക്കറകൾ കഴുകുന്നു. നിന്റെ പാപം കടിച്ചുവപ്പായാലും അതിനെ നിർമ്മലീകരിക്കാവുന്ന വേറെ ഒരു ശക്തിക്കും പറയുവാൻ സാധിക്കത്തില്ല. ഏത് കൊടുമ്പാവിയും മാനസാന്തരമാകുന്ന ആ മനസമ്മതത്തോടുകൂടി കർത്താവിൻ്റെ ഒരിക്കൽ വരുമ്പോൾ നടക്കുന്ന ഒരു സീക്രട്ട് മിറക്കിളാണ്. അവൻ്റെ പാപം മുഴുവൻ മാറിക്കിട്ടും. അതിൻ്റെ അടയാളമാണ് അവനിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം. ഇതുകൊണ്ടൊന്നുമല്ല ദൈവത്തിൻ്റെ സ്നേഹം. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. മനുഷ്യർ മണ്ണുകൊണ്ടുള്ളവരാ, ദൈവം തേജോമയനാ, ആർക്കും അടുത്തുകൂടാൻ മേലാത്ത വെളിച്ചമാണ്. ആ ദൈവം ക്രിസ്തുവായി അവതരിച്ചെങ്കിൽ, ജനിച്ചുവെങ്കിൽ, ആ യേശുവിൻ്റെ രക്തത്തിൽ പാപക്കര മാറുന്നവർക്ക് ഈ ലോകത്തിൽ ആരും കൊടുക്കാത്തൊരു പദവി തരികയാണ്. പറയുകയാണ്, നിങ്ങൾ എൻ്റെ ശരീരമാണ്. ഇതാർക്ക് പറയാൻ സാധിക്കും? ഇന്ന് മനുഷ്യരായി നമുക്ക് പറയാൻ സാധിക്കുമോ? ഭാര്യ വിവാഹത്തിന് ഇവർ രണ്ടുപേരും മേലാൽ 2 അല്ല 1 അത്ര നീ ദൈവദാസന്മാർ പറഞ്ഞാലും ഇത് 2 ബോഡിയാ. മരിക്കുന്നത് വരെ 2 ബോഡിയാ. എന്നാൽ ഇവിടെ നോക്കിക്കേ, കൊലോസ്യ ലേഖനം 1:18 പറയുന്നു, ക്രിസ്തു ശിരസ്സ്, അവൻ്റെ ശരീരം സഭ. അപ്പോൾ ഒരുവൻ പാപമോചനം ലഭിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പദവി ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം. എത്ര ഭയങ്കര പദവിയാ! ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ അടുത്തെങ്ങും നമുക്ക് ചെല്ലാനൊക്കത്തില്ല. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അടുത്ത് ചെല്ലാനൊക്കത്തില്ല. അറിയാമല്ലോ, സെക്യൂരിറ്റി നമ്മളെ ഓടിച്ചു വിടും. അവിടെ എങ്ങും നമുക്ക് അടുക്കാനൊക്കത്തില്ല. എങ്കിൽ സർവശക്തനായ ഈ പ്രപഞ്ചത്തെ ഒറ്റ വാക്കിൽ നിർമ്മിച്ച സർവശക്തനായ നിത്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമായ കർത്താവായ യേശുവിൻ്റെ ശരീരമാണ് ദൈവസഭ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ലോകത്തിലെ മറ്റു ഭാഗ്യങ്ങളെല്ലാം ഇവിടെ തീരുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന ഭാഗ്യം തീരത്തില്ല. നമ്മൾ കാലങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വരികയാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി പാപക്ഷമ മാറി കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ. ഇവിടെ ദൈവസഭയെ നമ്മളൊരു ലോക്കൽ പേര് പറയുന്നു. ഇത് കർത്താവിൻ്റെ ശരീരമാ ഉള്ളന്നൂർ സഭ. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരൊക്കെ പല സഭകളിലെ ശുശ്രൂഷകന്മാരാ. അവരൊക്കെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭകളുടെയാണ്. ഈ സഭയ്ക്ക് ഏതിനും ഒരു ടൈമുണ്ട്.
അതാണ് നമ്മുടെ വിഷയം. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് പ്രധാനമായിട്ട് ആദ്യത്തെ സൃഷ്ടം വെളിച്ചമുണ്ടാകട്ടെ. രണ്ടാമത്തെ സൃഷ്ടിപ്പനറിയാവോ? സമയം, ടൈം. സന്ധ്യയുമായി ഉഷസ്സുമായി ഒന്നാം ദിവസം സൃഷ്ടിയിൽ ആദ്യം വെളിച്ചം, രണ്ടാമത് ദൈവം ടൈമാണ് സൃഷ്ടിച്ചത്, സമയം. അതാണ് ഈ ലോകത്തിൽ നോക്കിക്കേ, സമയമാണ് എല്ലാത്തിൻ്റെയും പുറകിൽ നിൽക്കുന്ന കൺട്രോളിങ് പവർ. സമയം. ഈ മീറ്റിങ്ങിന് ഒരു സമയം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഒരു സമയമില്ലേ? ഏതിനും ഒരു ടൈമുണ്ട്. സമയമില്ലാത്ത യാതൊരു കാര്യവുമില്ല. വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഒരു മനുഷ്യൻ ജനിച്ചാൽ അവൻ്റെ സിസ്റ്റം മാറുന്നതല്ല സമയം. 7 സിസ്റ്റം: ശൈശവം, ബാല്യം, കൗമാരം. അറിയാവുന്നവരെ സഹകരിച്ച്: ശൈശവം, ബാല്യം, കൗമാരം, യൗവനം. കണ്ടോ? 4 സിസ്റ്റമായി. പിന്നെ അയ്യോ അല്ല, വാർദ്ധക്യമല്ല. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, മധ്യവയസ്ക്. അങ്ങനൊരു സിസ്റ്റം ഉണ്ട്. ഇവിടുത്തെ 2 മുടി നരയ്ക്കും, അത് കറുപ്പിക്കാൻ നോക്കും, പിറ്റേ ദിവസം 4 എണ്ണം നരയ്ക്കും. അതിൻ്റെ പേരാണ് മധ്യവയസ്ക്. മനസ്സിലായോ? 5. ആറാമത്തത് വാർദ്ധക്യം. അവിടെ തീരത്തില്ല, തുടരുക. ജോയിക്കുട്ടി പാസ്റ്ററൊക്കെ വാർദ്ധക്യത്തില്ല. പിന്നെ ഉണ്ട് ഞങ്ങളെപ്പോലെ പരിസമാപ്തി, നല്ല വാർദ്ധക്യം. ഞാൻ 85 കഴിഞ്ഞ് നിൽക്കുക, ബോണസ് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കിക്കേ, വാർദ്ധക്യം, പരിസമാപ്തി, നല്ല വാർദ്ധക്യം. ഈ 7 സിസ്റ്റത്തിന് ടൈമുണ്ട്. ശിശുവാകാൻ, ഓലപ്പന്ത് കളിക്കാൻ, ഇല്ലേ? യുവാവാകാൻ, സ്വപ്നങ്ങൾ കാണാൻ, മധ്യവയസ്ക്, വാർദ്ധക്യം, എല്ലാത്തിനും സമയമുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഈ ഭൂമിയിൽ കൂടി എത്ര നാൾ ചെല്ലണമെന്നും, മറ്റൊരു പ്രത്യേകത, ക്രിസ്തു ദൈവമാകയാൽ, യേശു ദൈവമാകയാൽ, അവൻ സമയത്തിന് അതീതനാകയാൽ, അവൻ കാലത്തിന് അതീതനാകയാൽ, അവൻ്റെ ശരീരമാകുന്ന സഭയും കാലത്തിന് അതീതമാണ്. അവൻ്റെ ശരീരമാകുന്ന ദൈവസഭയ്ക്ക് കാലത്തിന് അതീതമാണ്. അവൻ്റെ ശരീരമാകുന്ന ദൈവസഭയ്ക്ക് കാലം ഇവിടെയല്ല, കാലം ഈ ലോകം കഴിഞ്ഞും തുടരും. അതാണ് അതിൻ്റെ പ്രത്യേകത. ബാക്കി കാര്യങ്ങളെല്ലാം കാലത്തിൽ തീരുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, അതിന് ഡിനോമിനേഷൻ അല്ല, യഥാർത്ഥ അനുഭവമുള്ളതാണ് സഭ. പേര് കൊണ്ടായില്ല, ഡിനോമിനേഷൻ ഉണ്ടായില്ല. യേശുവിൻ്റെ രക്തം കൊണ്ട് വീണ്ടും ജനിച്ച് യഥാർത്ഥത്തിൽ അവൻ പറഞ്ഞ കൽപ്പന അനുസരിച്ച് പാപത്തിൽ നിന്നും വേർപെട്ട് വിശുദ്ധിയിൽ ജീവിച്ച് ആത്മാവിൽ ആരാധിച്ച് പ്രത്യാശയോടെ നിൽക്കുന്നതാണ് സഭ. ആ സഭയ്ക്ക് അന്ത്യമില്ല. ആ സഭയ്ക്ക് ഈ ഭൂമിയിൽ കൂടി ഓടുന്നതിൻ്റെ അന്ത്യം ഇവിടെ വന്നു കഴിഞ്ഞു. സഭ പിന്നെയും തുടരും. കുറച്ച് വർഷങ്ങൾ ഞങ്ങളുടെ കോട്ടയത്ത് നിന്നൊരു ട്രെയിൻ വരുമായിരുന്നു. അത് കൊല്ലം വരെ ഓർഡിനറി, കൊല്ലം കഴിഞ്ഞാൽ ഫാസ്റ്റ്. വണ്ടി തിരുവനന്തപുരം വരെയാണ്, പക്ഷെ അത് കൊല്ലം വരെ ഓർഡിനറി ആയിരുന്നു. അത് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ഓടി. ഇതുപോലെ ക്രിസ്തുവിൻ്റെ സഭ ഈ ഭൂമിയിൽ കൂടി ഓടി, ഒടുവിൽ ഫ്ലൈറ്റ് പൊങ്ങുന്നത് പോലെ ഈ ഭൂമിയിൽ നിന്ന് പൊങ്ങി സ്വർഗത്തിലേക്ക് പൊങ്ങുന്നു. ആ സമയം ദൈവം വന്നിരിക്കുന്നു. അതിന് പറയുന്ന വാക്കാണ് കൃപായുഗത്തിൻ്റെ അന്ത്യം. വ്യക്തമായി വിശ്വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഭ ലോകത്തിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ ക്രിസ്തു തന്ന വാഗ്ദത്തം, 2 വാഗ്ദത്തം തന്നതിൽ 2-ാമത്തെ വാഗ്ദത്തം വായിക്കാം. യോഹന്നാൻ 14:1. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പേൻ, എന്നിലും വിശ്വസിപ്പേൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ലോകത്തിൽ ഈ വാഗ്ദത്തം നൽകിയ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ വരാമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു നേതാവുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മരിച്ച ശേഷം ഞാൻ വീണ്ടും വരാമെന്ന്? ഒരൊറ്റയാളെ പറഞ്ഞിട്ടുള്ളൂ. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ വീണ്ടും വരാം. എന്താണ് താനതാ പറയാൻ കാരണം? എന്താണ് കർത്താവിൻ്റെ റൈറ്റ്? എൻ്റെ കർത്താവ്, നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ചവനാണ്. അവൻ്റെ മേൽ മരണത്തിൻ്റെ അധികാരമുള്ളവനാണ്. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ ചേർക്കും.
എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവരുടെ തലമുറ ആ സംഭവത്തിൻ്റെ തലമുറയാണെന്ന് തറപ്പിച്ചു പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ധാരാളം തെളിവുകൾ ഹാജരാക്കാം, പക്ഷെങ്കിൽ നമുക്ക് വളരെ കുറച്ച് സമയമുള്ളല്ലോ. ഈ തലമുറ, എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന തലമുറ, അല്പ അലങ്കാര ഭാഷ ഞാൻ പറയാം. വചനപ്രകാരമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ശവപ്പെട്ടി വേണ്ട. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചേ. സ്വാഭാവിക മരണം ആർക്ക് സംഭവിക്കാം, അതല്ല ഞാൻ പറയുന്നത്. ഈ തലമുറ കർത്താവിൻ്റെ വരവിൻ്റെ തലമുറയാണ്. അങ്ങനെ ഒരു കാലം നിൽക്കുമ്പോൾ ഇതാ അടുത്ത ഒരു കാലം തുടങ്ങാൻ പോകുന്നു. രണ്ടും കൂടെ ഒരുപോലെ. ഒന്ന്, കൃപായുഗം ഇവിടെ അവസാനിക്കുന്നു. വേറൊരു വാക്കിൽ പറഞ്ഞാൽ അവസാനിച്ച് കഴിഞ്ഞു. അടുത്തത്, അന്ന് മനുഷ്യനെ ചതിച്ച സാത്താനെ ദൈവം ശിക്ഷിച്ചിട്ടില്ല. അവൻ്റെ സമയം വരുന്നേ ഉള്ളൂ. 1000 സംവത്സരം അവിടുത്തെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയൊരു ദിവസം പോലെയും രാത്രിയിൽ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. ആദത്തിനെ ഹവ്വായെ ഉപായത്തിൽ ചന്ദിച്ചിട്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ 6 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അടുത്തു വരുന്നു ദൈവത്തിൻ്റെ ശബത്ത്. അതിനു മുൻപേ സാത്താനെ ഗന്ധകങ്കത്തുന്ന പൊയ്യൽ എറിയണം. അതിനു മുൻപേ ഈ ലോകത്തിൻ്റെ ആധിപത്യം 7 സംവത്സര കാലത്തേക്ക് അവൻ്റെ മേൽ കൊടുക്കപ്പെടുമെന്ന് തിരുവചനം പറയുന്നു. 7 സംവത്സരക്കാലം, ഒരാഴ്ചവട്ടം. വേദപുസ്തകത്തിലെ ഒരാഴ്ചവട്ടം ഈ ലോകത്തിൻ്റെ അധികാരം മുഴുവൻ അവൻ്റെ കയ്യിൽ ലഭിക്കും. അവൻ ഈ ലോകത്തെ പൈശാചിക ലോകമാക്കി മാറ്റും. അങ്ങനെ 2 സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. ഒന്ന്, ഇനി ഞാൻ വേറൊരു ഭാഷയിൽ പറയാം. നമ്മളുടെ തലസ്ഥാനമായ തിരുവനന്തപുരം, നമ്മളെല്ലാവരും ഇവിടെ പോയിട്ടുള്ളവരാണ്. ഇവിടുത്തെ യാത്ര ചെയ്ത് നമ്മൾ MC റോഡ് വഴി പോവുകയാണെങ്കിൽ ഏതാണ്ട് വട്ടപ്പാറ കഴിഞ്ഞാൽ ഒരു തിരുവനന്തപുരം സിറ്റിയുടെ ലക്ഷണമായി. പിന്നീട് അല്പം കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് നാലാഞ്ചിറ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മണ്ണന്തല കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്കവാറും സിറ്റിയായി. വീണ്ടും കേശവദാസപുരത്ത് ചെന്ന് കഴിയുമ്പോൾ ഓൾറെഡി സിറ്റി ആയി കഴിഞ്ഞു. എന്നാൽ യഥാർത്ഥ സിറ്റി പിന്നെയും 2-3 കിലോമീറ്റർ പോകണം. ഒന്നുകിൽ തമ്പാനൂർ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ്. ഇതാണല്ലോ സിറ്റി. അതെ, കേശവദാസപുരത്ത് നിന്നും വീണ്ടും 3-4 കിലോമീറ്റർ പോയാലേ തമ്പാനൂർ ചെല്ലത്തുള്ളൂ. അതായത് ബസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ യഥാർത്ഥം. ഇതുപോലെ ഈ ഭൂമിയിൽ പൈശാചികൻ്റെ ഭരണം തുടങ്ങിക്കഴിഞ്ഞു. അവൻ്റെ കാലം തുടങ്ങിക്കഴിഞ്ഞു. ലോകത്തിലേക്ക് നോക്കിക്കേ, ഇത്രയും ധാർമ്മികമായി മനുഷ്യർ അധപ്പതിച്ചൊരു കാലമുണ്ടോ? ഞാൻ ആദ്യമേ പറഞ്ഞു, വിദ്യാഭ്യാസം ഉയർന്ന ശ്രേണിയിലായി, സംസ്കാരം ഉയർന്നു. പക്ഷെങ്കിൽ കർത്താവ് പറഞ്ഞു, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ കാലം വരും. നോഹയുടെ കാലത്ത് എന്താ? ഉൽപ്പത്തി 6:5 പറയുന്നു, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലുതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണം എല്ലായ്പ്പോഴും ദോഷമുള്ളവ എന്നും ദൈവം കണ്ടു. ഇന്നത്തെ സ്ഥിതി നോക്കിക്കേ, ഇത്രയും ദുഷ്ടത മനുഷ്യവർഗത്തിന് പെരുകിയ ഒരു കാലമുണ്ടോ? ഒത്തിരി വിശദീകരിച്ച സമയം കളയണ്ടല്ലോ. മാധ്യമങ്ങളിലെയും വാർത്താമാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളിലെയും വാർത്ത നമ്മളൊന്ന് നോക്കിയാൽ മതി. ഇതുപോലെ അധപ്പതിച്ച ഒരു കാലമുണ്ടോ? സകല വിധത്തിലും തകർന്നില്ലേ? വളർത്തിയ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്തൊരു തലമുറയല്ലേ? വിവാഹ ബന്ധങ്ങൾ തകർന്നില്ലേ? വേണ്ട, ധാർമ്മിക അധപ്പതനം. അസന്മാർഗിക ജീവിതം നയിക്കുന്നവരെ കുറിച്ച് പൂർവ്വകാലങ്ങളിൽ പറയുന്ന വ്യഭിചാരം, വേശ്യമാരെന്ന. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യമാരും സ്വർഗത്തിൽ വരുമെന്ന്. വ്യഭിചാര കർമ്മത്തിൽ തന്നെ എന്ന് ബൈബിൾ പറയുന്നു. ഈ 2 വാക്കുകളും ഇന്ന് ലോകത്തിൽ നിന്നും ആധുനിക ലോകം തുടച്ചു മാറ്റി. അറിയാമോ? വേശ്യ എന്ന് പറഞ്ഞാൽ അതിന് ശിക്ഷ കിട്ടിയേക്കാം. അങ്ങനെ ഒരു പദമെടുത്ത് മാറ്റി അവർക്ക് ഒരു ഓമനപ്പേരാ നൽകിയിരിക്കുന്നത്. എന്നാണെന്നറിയാമോ? ലൈംഗിക തൊഴിലാളി. ചുമട്ടുതൊഴിലാളി കേട്ടിട്ടില്ലേ? തോട്ടം തൊഴിലാളി, മത്സ്യത്തൊഴിലാളി. ഇതുപോലെ അവർക്ക് കൊടുത്തിരിക്കുന്ന ഔദ്യോഗിക നാമമാണ് ലൈംഗിക തൊഴിലാളി. കാലം തീർന്നോ? ഇതിൽ പരം അധപ്പതിക്കാനുണ്ടോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒറ്റ കാര്യം കുഞ്ഞുങ്ങളിരിക്കുന്നെങ്കിലും പറയാതിരിക്കാനൊക്കത്തില്ല. എതിർ ക്രിസ്തു ഭരിക്കുമ്പോൾ വെളിപ്പാട് 13 കാണാം, അവന് 10 രാജമുടിയാ, 10 ഭരണമാ. വായിക്കാം, വെളിപ്പാട് 13:1. അതെല്ലാം ഞാൻ പറയത്തില്ല. വെളിപ്പാട് 13:1. അപ്പോൾ 10
കൊമ്പും 10 കൊമ്പും 7 തലയും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. നമുക്ക് ആ വാക്യം വീണ്ടും വായിക്കാനുണ്ട്, അവിടെ നിൽക്കട്ടെ. 10 രാജമുടി, അവന്റെ ഭരണക്രമമാ 10 രാജമുടി, ബ്രൈഡൽ എന്ന് പറയും ഇംഗ്ലീഷിൽ. അതിൽ 10ാമത്തെ രാജമുടി എന്താണെന്നറിയാമോ? ദാനിയേൽ പ്രവചനം 7:25 ഒന്ന് വായിച്ചാട്ടെ. ദാനിയേൽ പ്രവചനം 7:25 അവന്റെ 10ാമത്തെ രാജമുടിയാ. അതും ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. വായിക്കാം, വേഗം ഒന്ന് വായിച്ചേ. 7:20. അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും. അപ്പൊ മനസ്സിലായോ? പിശാചാണെന്നേ. അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും. സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. സമയം മാറ്റുന്നതിന്റെ കാരണം സൂര്യൻ ഉദിക്കത്തില്ല. ബൈബിൾ പഠിപ്പിക്കുന്നു സൂര്യൻ ഒരു നീണ്ട ഉറക്കത്തിലേക്ക് പോകാൻ പോകുകയാണ്. അതുകൊണ്ട് ടൈം മാറ്റും. 2 നിയമം മാറ്റും. ഏത് നിയമം? ഇന്നത്തെ ലോകത്തിൽ ഒരു ഗവൺമെന്റും പാസ്സാക്കാത്തത്, ഒരു മതസംഘടനയും പാസ്സാക്കാത്തത്, ഒരു സമൂഹവും പാസ്സാക്കാത്ത ഒറ്റ നിയമം എല്ലാ രാജ്യങ്ങളിലെയും ആളുകൾ അത് ഇന്നും അക്ഷരികമായി അനുവർത്തിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഇരിക്കുന്നു. കറുത്തവരും വെളുത്തവരും വിദ്യാസമ്പന്നരും വേണ്ട, സമൂഹം വെറുക്കുന്ന ആളുകളുണ്ട്. വാടക ഗുണ്ടാകൾ, തീവ്രവാദികൾ, ഇങ്ങനെയുള്ളവർ, അവരെ സമൂഹം വെറുക്കുന്നു. അവരും പക്ഷെ ഒരു നിയമം അനുസരിക്കുന്നു, അഥവാ അനുസരിച്ചുകൊണ്ടിരുന്നു. മനഃശാസ്ത്രജ്ഞന്മാർക്ക് അതിശയം, ജന്മനാൽ മനോരോഗികൾ അവരും ഈ നിയമം അനുസരിച്ചുകൊണ്ടിരുന്നു. ഏത് നിയമം? ഒറ്റ നിയമം. ഒരു ഗവൺമെന്റും പാസ്സാക്കിയതല്ല. മനുഷ്യർ വളർന്നു വരുമ്പോൾ അവൻ്റെ മനസ്സാക്ഷിയിൽ സ്വയം സാഹചര്യം അനുസരിച്ച് കരിപ്പിടിച്ച് വളരുന്ന ഒരു നിയമം. എന്താണ് ആ നിയമം? ഒരമ്മ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കുന്നു, ഒരു മകനെ. അവനെ ഓമനിച്ച് പാൽ കൊടുത്ത് വളർത്തി അവനെ പ്രായപൂർത്തിയാക്കുന്നു. ഒരു പിതാവ് തൻ്റെ രക്തത്തിലൊരു മകൾക്ക് ജന്മം കൊടുക്കുന്നു. ആ പിതാവ് ആ കുഞ്ഞിനെ മടിയിലെടുത്ത് ചെറുപ്പത്തിൽ ഉമ്മ കൊടുത്ത് അതിൻ്റെ ടോയ്ലറ്റും എല്ലാം മാറ്റി ഓമന മകളെ എന്ന് പറഞ്ഞ് വളർത്തുന്നു. അങ്ങനെ വളർത്തിയ അമ്മ മകൻ പ്രായപൂർത്തിയാകുമ്പോൾ, അങ്ങനെ വളർത്തിയ അപ്പൻ മകൾ പ്രായപൂർത്തിയാകുമ്പോൾ അവരെ എങ്ങനെ കാണാം? ഈ നിയമം മാറിയോ? ലോകത്തിൽ നോക്കിക്കേ, മാറിക്കൊണ്ടിരിക്കുന്നില്ലേ? പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെ പീഡിപ്പിച്ച് ഗർഭിണികളാക്കുന്ന പിതാക്കന്മാരുടെ കഥ സർവ്വസാധാരണമല്ലേ? എന്താ നിഴലാണ്? ഞാൻ പറഞ്ഞല്ലോ, എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ആക്കം തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ടൗണിലോട് കയറിക്കഴിഞ്ഞു. പൂർണ്ണ ടൗൺ ആകാത്തത്, അവൻ പത്തി വിരിക്കാത്തത്, അവനേക്കാൾ ശക്തിയുള്ള ഒന്ന് ഈ ഭൂമിയിലുണ്ട്. അതുകൊണ്ടാണ് അവനേക്കാൾ, സാത്താനേക്കാൾ ശക്തിയുള്ള ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ. അത് ആറ്റം ശക്തിയല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാ. ആ ശക്തിയുള്ളവർ മാറിക്കഴിയുമ്പോൾ അവൻ്റെ പത്തി അവൻ വിടർത്തും. അതിനു മുൻപ് തുടങ്ങിക്കഴിഞ്ഞ കണ്ടോ, എല്ലാ രാജ്യങ്ങളിലും ഈ വാർത്ത സാധാരണമായില്ലേ? ഇതുപോലെ ധാർമ്മികമായി മനുഷ്യവർഗം അധപ്പതിച്ചില്ലേ? പുറമേ നോക്കുമ്പോൾ മനോഹരം, സുന്ദരമായ ലോകം, ഇഷ്ടം പോലെ വസ്ത്രം, നല്ല ഭക്ഷണം, സുന്ദരമായ വാഹനങ്ങൾ. പക്ഷേ ധാർമ്മികമായിട്ട് ഈ മനുഷ്യൻ തകർന്നത്, ഞാൻ 2 പദങ്ങൾ പറയാം. നമ്മൾ നിൽക്കുന്ന ടൈം, ദൈവമക്കൾക്ക് ഇത് പ്രീ റാപ്ചർ പീരിയഡ്. ദൈവ കൃപയുള്ളവർക്ക്, ഇന്ന സമയത്തൊന്നും ഞാൻ പറയത്തില്ല, രക്ഷയുടെ അനുഭവവും കർത്താവിൻ്റെ കൽപ്പനയും അനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് ഇത് റാപ്ചറിന് മുമ്പുള്ള സമയമാണ്. അല്ലാത്തവർക്ക് പ്രീ ട്രിബുലേഷണൽ പീരിയഡ്, സാത്താൻ്റെ ഭരണത്തിന് മുൻപുള്ള സമയം. ഏതും ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവർക്ക് സ്വീകരിക്കാം. ഈ തലമുറ സംഭവങ്ങൾ ഒരു ഭാഗത്തങ്ങനെ, മറുഭാഗത്തെ പ്രകൃതി ആകമാനം തകർന്ന ചരിത്രം ഞാൻ പറയണ്ടല്ലോ. ഈ ഭൂമിക്ക് സ്രോതസ് നൽകുന്ന, ഇന്ധനം നൽകുന്ന സൂര്യൻ ഈ ഭൂമിയെ, അലങ്കാര ഭാഷ പറയാം, ശാസ്ത്രം പറയുന്നു, ഈ സൂര്യൻ ഈ ഭൂമിയെ ഡൈവോഴ്സ് ചെയ്യാൻ പോകുന്നു. വിവാഹമോചനം ഒന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞതുപോലെ സൂര്യൻ ഭൂമിയെ ഡൈവോഴ്സ് ചെയ്യാൻ പോകുന്നു. എന്ന് പറഞ്ഞെന്നാൽ സൂര്യനും ഭൂമിക്ക് ഇന്ധനം നൽകുന്ന പ്രസ്ഥാനം നീരാൻ പോകുക. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സോളാർ സയന്റിസ്റ്റാണ് ഫ്രാങ്ക് ഹിൽ.
അദ്ദേഹം പറഞ്ഞ 2014 പറഞ്ഞത് ഞാൻ കുറിച്ച് റെക്കോർഡ് ചെയ്ത് എൻ്റെ ഫയലിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ഗ്ലോബൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മകളെ എടുത്ത് വെച്ചേക്കണം. അദ്ദേഹം പറഞ്ഞത് ഇന്നേക്ക് 10 വർഷം മുൻപ് അദ്ദേഹം പറഞ്ഞതാണ്. 2014 ഈ ഗ്ലോബൽ വാർമിംഗ് ഇതുപോലെ കൂടിയാൽ 2024 ശേഷം ഏത് സമയത്തും ഈ ഭൂമി സൂര്യൻ ഒരു നീണ്ട ഉറക്കത്തിന് പോകും. സൂര്യൻ മരിച്ചു പോകുമെന്നല്ല, സൺ മേ ഗോ ഫോർ എ ലോങ് സ്ലീപ്പ്. ഒരു നീണ്ട ഉറക്കത്തിന് പോകുമെന്ന് പറഞ്ഞാൽ ലോക ഉൽപ്പത്തി മുതൽ ഇന്നുവരെ യോശുവ കൈ ഉയർത്തിയ ദിവസം ഒഴിച്ചാൽ ബാക്കി ദിവസങ്ങളിൽ മുഴുവൻ കൃത്യതയോടെ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ സൂര്യൻ ഉദിക്കാത്ത ഒരു കാലം വരാൻ പോകുന്നു. വരുമോ? എന്താ തെളിവ്? വായിക്കാം. വെളിപ്പാട് 6:12 വായിക്ക്. ശേഷം ഞാൻ തെളിവ് പറയാം. വായിക്കാം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, 6-ാം മുദ്ര പൊട്ടിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? കർത്താവിന്റെ ശരീരമാകുന്ന സഭ ഈ ഭൂമിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് കറക്റ്റ് 3 വർഷം കഴിയും, 3.5 വർഷം കഴിയുമ്പോൾ കർത്താവിന്റെ ശരീരമാകുന്ന സഭ, വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ ഈ ഭൂമിയിൽ നിന്നും ഉയരങ്ങളിലേക്ക് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് 3.5 വർഷം കഴിയുമ്പോൾ കുഞ്ഞാട് 6-ാം മുദ്ര പൊട്ടിക്കും. അടുത്ത വാക്യം വായിക്കാം. വലിയൊരു ഭൂകമ്പമുണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ഫ്രാങ്ക്ഹിൽ എന്താ പറഞ്ഞത്? 2024 ശേഷം ഏത് സമയത്തും 4, 5, 6 വർഷങ്ങൾ മുന്നോട്ട് ചെന്നേക്കാം, സൂര്യൻ നീണ്ട ഉറക്കത്തിന് പോകും. ബൈബിൾ പഠിപ്പിക്കുന്നു സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. എങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം ഇത് രണ്ടും കൃത്യമാണെന്ന് അറിയിക്കുവാൻ 2018 ജാനുവരി 15 മുതൽ ഒരു സംഭവമുണ്ടായി. 40 ദിവസങ്ങൾ സോവിയറ്റ് റഷ്യയുടെ വടക്കൻ പ്രദേശം ഉത്തര ധ്രുവത്തോടെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ 40 ദിവസം സൂര്യൻ ഉദിച്ചില്ല. പോളാർ എഫക്റ്റ് എന്ന് പറയും ശാസ്ത്രവാക്ക്. 40 ദിവസം സൂര്യപ്രകാശം കിട്ടാതെ അവിടുത്തെ ജനങ്ങളുടെ ശരീരത്തിൽ മത്സ്യത്തിൻ്റെ ചെതുമ്പൽ പോലെ വന്നു. ഇലകളെല്ലാം വാടിക്കൊഴിഞ്ഞു, പുഷ്പങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. 40 ദിവസം കഴിഞ്ഞാണ് സൂര്യൻ ഉദിച്ചത്. ഈ വെറും 6 വർഷം മുമ്പ് സോവിയറ്റ് റഷ്യയിൽ നടന്നതാണ്. എന്ത്? 40 ദിവസം സൂര്യൻ ഉദിച്ചില്ല. എങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സൂര്യൻ ഭൂമിയെ വിട്ടുമാറാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് ലക്ഷണങ്ങൾ പറയാനുണ്ട്, അങ്ങോട്ട് ഞാൻ കയറുന്നില്ല. കാരണം പറഞ്ഞു വരട്ടെ, ഇപ്പോൾ നടക്കുന്ന മറ്റ് 1-2 കാര്യം എന്താണ് ഞാൻ പറഞ്ഞത്? പ്രീ ട്രിബുലേഷൻ, ഇത് പ്രീ റാപ്ചർ പീരിയഡ്. ആദ്യമേ പ്രീ ട്രിബുലേഷനെ കുറിച്ച് പറയട്ടെ. സാത്താൻ്റെ ഭരണം അവൻ എടുക്കുന്നതിന് മുന്നുള്ള പരിപാടിയാ. ഇവിടെ പരിപാടി നടക്കുന്നത് നോക്കിക്കേ. ഏത് സംഭവത്തിനും ട്രയൽ എടുക്കും. റെയിൽപാള വിട്ടാൽ എല്ലാം കഴിഞ്ഞ് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പാസഞ്ചറിൽ ആളെ കയറ്റി വണ്ടി ഓടിക്കത്തില്ല. അതിന് പറയും ട്രയൽ റൺ. വണ്ടി കാലി വാഹനം ഓടിച്ച് ശരിയാവണമെന്ന് നോക്കും. ഒരു എയർപോർട്ട് തുറന്നാൽ പിറ്റേ ദിവസം പ്ലെയിനിൽ ആളുകളെ ജോയിക്കുട്ടി പാഷയൊക്കെ കുത്തി നിറച്ചെന്നുകൊണ്ട് ആളസി കൊണ്ടുപോകത്തില്ല. ട്രയൽ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് താഴും, ഫ്ലൈറ്റ് പൊങ്ങും, പരിശോധിക്കും. ഇല്ലേ? വേണ്ട. ഈ കുഞ്ഞുങ്ങൾ പാട്ടുപാടിയത് ഓടിക്കേറി പാടിയതാണോ? ആ സഹോദരന്മാർ പാടിയത് അവർ മനോഹരമായി പാടി റിഹേഴ്സൽ എടുത്തു. പാടിച്ചിട്ടല്ല, ഓടി വന്ന് കയറി പാടിയാൽ പാട്ടാകുകയില്ല. റിഹേഴ്സൽ. ഏത് കാര്യത്തിനും ലോകത്തിൽ റിഹേഴ്സലുണ്ട്, ഇല്ലേ? എങ്കിൽ ഒരുവൻ ഒറ്റയ്ക്ക് ലോകത്തെ ഭരിക്കുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. വായിക്കാം. വെളിപ്പാട് 13:1 വായിക്കാം. വെളിപ്പാട് 13:1 വായിച്ചാട്ടെ. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ ആ വിഷയത്തെ കുറിച്ച് വെട്ടിച്ചുരുക്കി പറയാണ്. ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു, പിശാച്. ഒത്തിരി വിശദീകരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല, നിങ്ങൾക്കറിയാം. അതൊക്കെ ക്ലാസ് എടുക്കണം ദിവസങ്ങൾ. 10 കൊമ്പെന്താണ്? ആ 10 കൊമ്പൊക്കെ റെഡിയാ, തയ്യാറായിട്ട് നിൽക്കുക. 10 കൊമ്പ്, 7 തല, കൊത്തുകൾ, രാജോടി. അവനെങ്ങനെയാ ഭരിക്കുന്നത്? വായിക്കാം. 13:7. അതാണ് നമ്മുടെ വിഷയം. റിഹേഴ്സൽ കേട്ടോണം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത്
അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. അടുത്തത് സകല ഗോത്രത്തിന്മേലും ആ വാക്ക് ദൈവമക്കളും എൻ്റെ പ്രഭാഷണം എവിടെ കേൾക്കുന്നു അവർ നിഷ്പക്ഷ ബുദ്ധിയോടെ ഒന്ന് കേട്ടോണം. ഒരു പെന്തിക്കോസ് ഭാഷയുടെ പ്രസംഗം നിങ്ങൾ കേൾക്കണ്ട, നിഷ്പക്ഷ ബുദ്ധിയോടെ കേട്ടോണം. ബൈബിളിലെ വാക്യമാ, 2000 വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് എഴുതിയതാ. ഒന്നുകൂടെ വായിക്കാം. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ലോകത്തിലുള്ള 800 കോടി ജനങ്ങൾ ഇന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വരവിന് ശേഷം അവശേഷിക്കുന്ന എത്ര പേരുണ്ടോ അവരുടെ മേലെല്ലാം അവൻ അധികാരം കിട്ടുമോ? റിഹേഴ്സൽ, ആ റിഹേഴ്സൽ നമ്മൾ പങ്കുചേരേണ്ടി വന്നു. എന്തുകൊണ്ട്? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഓഗസ്തോസ് കൈസറുടെ കാലത്ത് ലോകമെമ്പാടും പേർവഴി ചാർത്തണമെന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചു ഓഗസ്തോസ് കൈസർ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വചനം തികയണം. ഗലീലക്കാരുത്തിയായ ഗലീലെ നസ്രേത്ത് പട്ടണത്തിലെ മറിയ എന്ന ആ ഗർഭിണി ബേത്ലഹേം എന്ന് പറയുന്ന 60 മൈൽ അകലെ വന്ന് പ്രസവിക്കണം. സംഭവം അതാ. മറിയ താമസിക്കുന്നത് ഗലീല പട്ടണത്തിലെ നസ്രത്തിലാണ്. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. അവൾ പ്രസവിക്കേണ്ടത് 60 കിലോമീറ്റർ അപ്പുറത്തുള്ള ബേത്ലഹേമിൽ വേണം. കാരണം 700 വർഷം മുമ്പ് യെശയ്യാവ് പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. മീകാപ്രവചനം പറഞ്ഞു ബേത്ലഹേമിൽ പ്രസവിക്കണം. അങ്ങനെ പ്രസവിക്കണമെങ്കിൽ ഇന്നത്തെ പോലെ ട്രെയിനും പ്ലെയിനും ഒന്നുള്ള കാലമല്ല. ഒരു ഗർഭിണി 1/2 കിലോമീറ്റർ നടക്കത്തില്ല ആ കാലം. അതിനാണ് യഹൂദന്മാർക്ക് മാത്രം വെച്ചാൽ പോരെ, ഈ സെൻസസ് പോരാ. അതിനുവേണ്ടി ലോകത്തിലെ മുഴുവൻ റോമൻ സാമ്രാജ്യത്തിലെ ജനങ്ങളുടെ സെൻസസ് എടുത്തു. ഇതുപോലെ എതിർ ക്രിസ്തുവിൻ്റെ റിഹേഴ്സൽ ഭംഗിയായിട്ട് നടന്നു. നമ്മളും അതിൽ പങ്കുചേർന്നു. കറക്റ്റായിട്ട് റിഹേഴ്സൽ മനോഹരമായി തീർത്തു. ഇപ്പോഴും ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുവൻ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചു. ഒറ്റ വ്യക്തിക്ക് ഓർഡർ ഇട്ടാൽ മനുഷ്യൻ പഞ്ചപുച്ഛം അടക്കുമെന്ന് തെളിയിച്ചു. അന്ത്യകാല സംഭവങ്ങളുടെ 3 കാര്യം പറയാമെന്ന് ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന സകല ആളുകളെയും ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവന്നു. ഞാനും നിങ്ങളുമെല്ലാം അതിൽപ്പെട്ടു. 2020 30 രൂപ വിലയുള്ള സോപ്പിൻ്റെ കൊമളയെ അതിജീവിക്കാൻ കഴിയാത്ത കൊറോണ കുട്ടൻ ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവന്നു. ഇല്ലേ? കൊറോണ വന്നവരും വരാത്തവരും വന്നില്ലെന്ന് പറഞ്ഞവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി കൊറോണയുടെ അനിയത്തി ഇവിടെ ഇരിപ്പുണ്ട്, ചേർത്തി ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ അത് വന്നവരും. അതെന്താണെന്നും നമുക്കൊന്ന് ചിന്തിക്കാം. നോക്കിക്കേ, എന്താണ് സംഭവം? ഇന്ന് ലോകത്തിൽ 6500 ഭാഷയുണ്ട്. ഏതാണ്ട് 5-5.5 ലക്ഷം സംസ്കാരമുണ്ട്. നമ്മുടെ കൊച്ചു കേരളം 5 സംസ്കാരം അറിയാമോ? കൊച്ചു കേരളം, ഉത്തര കേരളം ഒരു സംസ്കാരം, മധ്യ കേരളം നമ്മളെപ്പോലുള്ളവർ ഒരു സംസ്കാരം, തെക്കൻ കേരളം മറ്റൊരു സംസ്കാരം, കിഴക്കൻ കേരളം മറ്റൊരു സംസ്കാരം, തീരപ്രദേശം മറ്റൊരു കൾച്ചർ. ഈ കൊച്ചു കേരളത്തിൽ ഭാഷയ്ക്ക് പോലും വ്യത്യാസമുണ്ട്. അറിയാമോ? തൃശ്ശൂർ ഞാനൊരു മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പം ആ വീട്ടിൽ ചെന്നപ്പോൾ അച്ചായൻ ചോദിച്ചു കൊള്ളി എടുക്കട്ടെ. ഞാൻ ഓർത്ത് പ്രസംഗത്തിന് പുള്ളിക്ക് വല്ലതും പറ്റിയിട്ടാണോ എന്ന്. ഞാൻ വിചാരിച്ചു തീക്കൊള്ളി എടുക്കട്ടെ എന്നാണ്. ഞാൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. ഉടനെ പറഞ്ഞു അല്ല സാറേ അതല്ല ചോദിച്ചാൽ ഉടനെ ഒരു ദൈവദാസൻ പറഞ്ഞു തന്ന് കപ്പ വേവിച്ച് എടുക്കട്ടെ എന്നാണ്. നിങ്ങളും അതിശയിച്ചില്ലേ കൊള്ളി? നമ്മൾ പറയും കപ്പയെന്ന്. തെക്കൻ പ്രദേശത്തോട് ചെന്നാൽ പറയും മരച്ചീനി, അവർ പറയുന്നത് ചീനി. നോക്കിക്കേ, മലയാളമാ 5 കൾച്ചർ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ അറിയാമോ 8 ലക്ഷം കൾച്ചറുണ്ട്, 6500 സംസാര ഭാഷ. കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, ചുമന്നവരുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ഉന്നത വിദ്യാഭ്യാസമുള്ളവരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, കലാകാരന്മാരുണ്ട്, ശാസ്ത്രീയരുണ്ട്, ആത്മീയത്തിൽ ജീവിക്കുന്നവരുണ്ട്. ഇല്ലേ? വിദ്യാസമ്പന്നരുണ്ട്, ദരിദ്രരുണ്ട്, സമ്പന്നരുണ്ട്, അതിസമ്പന്നരുണ്ട്, മഹാസമ്പന്നരുണ്ട്. ഇവരെ മുഴുവൻ ഈ കൊറോണ കുട്ടൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നോ? തെളിയിക്കണോ? നോക്കിക്കോണം. നിങ്ങളൊക്കെ അനുഭവിച്ച കാര്യങ്ങളെ ഞാൻ പറയാം. കഴിഞ്ഞ 30 വർഷത്തെ മനുഷ്യൻ്റെ സംസ്കാരത്തിൽ 3 കുത്തൊഴുക്ക്. മനുഷ്യൻ്റെ കൾച്ചർ മാറി. 1994 ജോയ്ക്കുട്ടി പാസ്റ്റർ ഇവിടെ വന്ന് ചാർജ് എടുത്ത് ഈ സഭ ആരംഭിച്ചില്ലേ, അന്ന് മുതൽ കൾച്ചറിനൊരു ഓട്ടം ഉണ്ടായി. 90കളിൽ 3 കാര്യം. 1, യാത്ര. പൂർവ്വകാലത്ത് യാത്ര വളരെ കുറവാണ്. 5 കാര്യങ്ങൾക്ക് യാത്ര ഇന്ന്.
ആവശ്യത്തിന് അത്യാവശ്യത്തിന് യാത്രയില്ലേ? ആരെങ്കിലും മരിച്ചാൽ പോകുന്ന ആവശ്യത്തിന് യാത്ര, അത്യാവശ്യത്തിന് യാത്ര, ഔദ്യോഗിക കാര്യങ്ങൾക്ക് യാത്ര. ഉദ്യോഗസ്ഥന്മാർ യാത്ര ചെയ്യുന്ന ഔദ്യോഗിക കാര്യം. 4 വിനോദയാത്ര. സഭയിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ കൊണ്ടുവന്ന എക്സ്കർഷൻ, വിനോദയാത്ര. 4 ഇല്ലേ? ആവശ്യത്തിന് യാത്ര, അത്യാവശ്യത്തിന് യാത്ര, ഔദ്യോഗിക യാത്ര, പിന്നെ വിനോദയാത്ര. ഇനി വേറൊരു യാത്രയുണ്ട്. എന്താ അറിയോ? ചുമ്മാതെ അനാവശ്യത്തിനൊരു യാത്ര. എവിടെ പോവാ? അവിടം വരെ ചുമ്മാ, ഇല്ലേ? ചുമ്മാ അവിടം വരെ, കവല വരെ, ഒരു കാര്യവും ഇല്ല. ഈ യാത്ര മുഴുവൻ ബ്ലോക്കാക്കിയോ? സകല റോഡുകളും വിജനമായോ? എയർപോർട്ടുകൾ അടച്ചിട്ടോ? 2200 ഫ്ലൈറ്റ് ഒരു ദിവസം പൊങ്ങുന്ന ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ട് അമേരിക്ക, അല്ല 5 പ്ലെയിൻ പോകുന്ന ജമ്മു മുഴുവൻ അടച്ചു പൂട്ടിയോ? റെയിൽവേ പാളങ്ങൾ ശൂന്യമായോ? ബമ്പർ ടു ബമ്പർ വാഹനമോടിയ റോഡുകളിൽ കരിയില പോലെ പോയെടുത്ത് വല്ല ഓടിയോ? വാഹനം ഇറക്കിയോ? യാത്ര ബ്ലോക്കാക്കിയോ? നോക്കിക്കോണം. ഒരുവൻ വരുന്നു നിയന്ത്രിക്കാൻ. 2 രസകരമാണ്. പഴയ കാലത്താ. എനിക്ക് 9 പെങ്ങന്മാരായിരുന്നു. അവരെല്ലാം മരിച്ച് 2-3 പേരേ ഉള്ളൂ ഇപ്പോൾ. വാസ്തവത്തിൽ 2-3 പേരുണ്ട്. 2 പേര് ബെഡിൽ, ഒരാളേ ഉള്ളൂ അല്പ ആരോഗ്യത്തിൽ. പഴയ കാലത്തൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഓർക്കുന്നത്, അമ്മച്ചി പെങ്ങന്മാരെ വഴക്ക് പറഞ്ഞ് കറി വെക്കാൻ പഠിപ്പിക്കും. എടി വല്ല വീട്ടിലും ഞാൻ അമ്മായിയമ്മ കുത്തരുതെന്ന്. ഇന്ന് അമ്മായിയമ്മ മരുമകൾ കുത്തായിരുന്നാൽ മതി. സംഗതി തിരിഞ്ഞു, റിവേഴ്സായി. അതുകൊണ്ട് ഒരമ്മമാരും മക്കളെ കറി വെക്കാൻ പഠിപ്പിക്കത്തുമില്ല. പഠിക്കാൻ കുഞ്ഞുങ്ങൾക്ക് നേരവും ഇല്ല, ഇല്ലേ? എന്നാലും അടുക്കളയിൽ പോലും കയറിയിട്ടില്ലാത്ത ഈ പെൺകുട്ടികളോട് ചോദിച്ചേ, നല്ല സൂപ്പറായിട്ട് ഈ കൊച്ചു കറി വെച്ച് തരും. എങ്ങനെയാ? അവരുടെ ഇരിപ്പുണ്ട് ടെക്നോളജി, ഇല്ലേ? യൂട്യൂബ് ഓൺ ചെയ്യും, ഗ്യാസ് സ്റ്റവ് അങ്ങോട്ട് തുറക്കും, സംഗതി സൂപ്പർ, ഇല്ലേ? എന്നിട്ട് ആഴ്ചയിൽ ഒരിക്കൽ പുറത്തൊരു ഭക്ഷണം. സ്റ്റോപ്പായോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്റ്റോപ്പായോ? വളരെ ശ്രദ്ധിച്ച് കേട്ടോ. അല്പ സാരസ്യത്തിൽ പറയുന്ന ഗൗരവം കുറയ്ക്കാനല്ല, യാഥാർത്ഥ്യം പറയുക. സകല മനുഷ്യരുടെയും സംസ്കാരത്തിൻ്റെ ഒരു ലക്ഷണമാണ് ലോകം ആരംഭിച്ചപ്പോൾ മുതൽ ഗെറ്റ് ടുഗദർ. വീട്ടുകാർ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ഒന്നിച്ചൊരിടത്ത് ചേരുക, ഭക്ഷണം കഴിക്കുക സന്തോഷത്തോടെ. നിർത്തിയോ? നിർത്തിയില്ലേ? ഗെറ്റ് ടുഗദർ. സകല മതങ്ങളുടെയും സകല സമൂഹങ്ങളുടെയും ആഘോഷങ്ങൾ നിർത്തിവെച്ചോ? അനുഭവിച്ചതല്ലേ? വിവാഹ ശുശ്രൂഷകൾ, എല്ലാ മതങ്ങളും ആർഭാടത്തോടെ നടത്തുന്ന വിവാഹ ശുശ്രൂഷകൾ. 2500 പേർ പങ്കെടുത്ത ഒരു വിവാഹ ശുശ്രൂഷ ഞാൻ ആശീർവദിച്ചു. എന്നാൽ ഈ കൊറോണ വന്നപ്പോൾ 30 പേർ, 31ാമൻ വെളി വന്നപ്പോൾ പോലീസ് തടഞ്ഞു. ഞാൻ ചെന്നിറങ്ങി പറഞ്ഞ് എൻ്റെ റിക്വസ്റ്റിനെ മാനിച്ച് കയറ്റിവിട്ടു. വിവാഹ ശുശ്രൂഷകൾ മുതൽ സകലവിധമായ മതപരമായ സകല ആഘോഷങ്ങളും നിർത്തിവെച്ചോ? വളരെ ഗൗരവത്തിൽ നിങ്ങൾ കേട്ടോണം. പിന്നെ അടുത്തത് സന്തോഷമാ. പുറമേ കേട്ട ഇരിക്കുന്നു പുറകിൽ, മോൻ എവിടാ ജോലി, മോക്കെവിടാ? അയ്യോ അവള് വീട്ടിലിരുന്നാ. എന്നാ സന്തോഷമല്ലേ? വീട്ടിലിരുന്നാ. അതിനൊരു ഓമനപ്പേരുണ്ട്, വർക്ക് ഓൺ. അതുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. എന്താണ് അതിൻ്റെ പുറകിലത്തെ കാരണം? വരുന്നൊരുവൻ പുറകെ. ലോകത്തിലെ സകല രാജ്യങ്ങൾ 8 hours മതി. വർക്ക് ഓൺ ഹോമിലിരിക്കുന്നവരെന്ന് പറഞ്ഞ് എത്ര മണിക്കൂർ ചെയ്യും? ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. രാവിലെ 5 മണിക്ക് കയറിയ പുള്ളി വൈകുന്നേരം 8 മണിക്ക് വല്ല തരത്തിൽ ഇറങ്ങിയല്ലേ വരുന്ന. മണിക്കൂർ എത്രയായി? ശമ്പളം എക്സ്ട്രാ കൊടുക്കാതെ 14-15 മണിക്കൂർ ജോലി ചെയ്യാൻ പഠിച്ചെങ്കിൽ ഒരുത്തൻ വരുന്നു ചെയ്യിക്കാൻ. വരുന്നു. ഇതൊക്കെ ട്രയൽ എടുത്തതാ. വർക്ക് ഓൺ ഹോം എന്ന് കേട്ടപ്പം ഒത്തിരി പേർക്ക് സന്തോഷമാ. ആ വർക്ക് ഓൺ ഹോമുകാരെ ഒന്ന് ഒറ്റയ്ക്ക് വിളിച്ച് ചോദിച്ചേ, അവർ പറയും നടുവിന് കണ്ണി ഉണ്ടോയെന്ന് അറിയത്തില്ലെന്ന്. തീർന്നില്ല, മനസ്സ് തകർന്നു. അറിയാമോ? മെന്റൽ ടോർച്ചറിങ്ങാ. മക്കളുമായി, ഭാര്യയുമായി, ഭർത്താവുമായി അല്പസമയം ചെലവഴിപ്പാനില്ല. യാഥാർത്ഥ്യമാണോ? ഞാൻ സത്യമായി വിളിച്ചു പറയുന്നത്. ഒരു മതത്തോടല്ല, ഒരു സഭയോടല്ല, സമൂഹത്തോട് വിളിച്ചു പറയുക. കുഞ്ഞുങ്ങളെ, ഒരമ്മച്ചി പറഞ്ഞു കൊറോണ വന്ന ഗുണമായി എൻ്റെ ചെറുക്കൻ 4 മാസമായിട്ട് വീട്ടിലില്ലായിരുന്നു, ഇപ്പം അവൻ്റെ വീട്ടിലിരിപ്പുണ്ട്. വീട്ടിൽ ഒതുക്കിയോ വീട്ടിൽ?
മനുഷ്യനെ ചുറ്റിക്കെട്ടിയോ? ഒടുവിലായി പറയട്ടെ, ക്രിസ്തീയ മതങ്ങളുടെ മാത്രമല്ല സകല മതങ്ങളുടെയും ആരാധന നിർത്തിയോ? ലോകത്തിലെ സകല മതസ്ഥാപനങ്ങളും ആരാധനാലയങ്ങൾ ഏത് മതത്തിൻ്റെതായാലും പൂട്ടിക്കെട്ടിയോ? എന്താ കാര്യം? വരുന്നു ഒരുവൻ പുറകിൽ. വെളിപ്പാട് 13:14 വായിക്കാം. വെളിപ്പാട് 13:14 വായിക്കാം. മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികൾ പറയുകയും ചെയ്യുന്നു. അടുത്ത വാക്യം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ സംസാരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം 2000 വർഷം മുമ്പ് എഴുതി വെച്ചു. സകല മതങ്ങളുടെയും ആരാധനകൾ നിർത്തിയതിന്റെ ഒരു ഉദ്ദേശം, കൊറോണയുടെ പേരിൽ ഒരുവൻ പറയും ഞാനാണ് ദൈവം, എന്നെ ആരാധിക്കണം. അന്നത്തെ ടിവിയിൽ, അന്നത്തെ ഡിവൈസിൽ, അന്നത്തെ മൊബൈലിൽ അവന്റെ രൂപം പ്രത്യക്ഷപ്പെടും. സ്റ്റാറ്റ്യൂട്ടറി നിയമം കൊണ്ടുവരും. നമസ്കരിക്കാത്തവരെ കൊല്ലിക്കും. എത്ര കറക്റ്റാണെന്നറിയാമോ? നമസ്കരിക്കാത്തവരെ കൊല്ലിക്കും. ഇന്നത്തെ യുവലോകം ഏറെ തലോലിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI. അത് വളരെ നല്ലതാ, പക്ഷെങ്കിൽ അതുപോലെ ദോഷവശവുമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കൂടി, കൃത്രിമ ബുദ്ധിയിൽ കൂടി ഒരു മനുഷ്യൻ ഈ ലോകത്തെ നിയന്ത്രിക്കും. 1950 അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് പ്രവചിച്ചതാ ഭാവിയിൽ കമ്പ്യൂട്ടറിന് ജീവൻ വരുമെന്ന്. അത് വന്നു കഴിഞ്ഞു. കമ്പ്യൂട്ടറിന് ജീവൻ വന്നെങ്കിൽ ആ കമ്പ്യൂട്ടർ നോക്കിക്കേ, മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെ കൊല്ലിക്കും. സാത്താന്യ തൃത്വങ്ങൾ ദൈവമക്കൾക്കറിയാം, ദൈവദാസന്മാർക്കറിയാം. സാത്താൻ, മൃഗം എന്ന് പറയുന്ന കള്ളപ്രവാചകൻ, സാത്താന്യ തൃത്വം ഈ ലോകം പിശാചിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവൻ ഈ ലോകത്തിൽ ദൈവമാകും. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന ദൈവിക തൃത്വത്തെ അവൻ അനുകരിച്ചുകൊണ്ട് അവന് 3 പേഴ്സണാലിറ്റി, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ. ഇവർക്ക് 3 പേർക്കും 3 ഓഫീസ്. ഒരാൾക്ക് ബാബിലോൺ, ഇറാഖിൽ പണിയാൻ പോകുന്നു, ആ മഹാ വലിയ ടവർ ബാബിലോൺ പട്ടണം, അവിടെ ഓഫീസ്. രണ്ടാമത്തെ പുള്ളി കള്ളപ്രവാചകൻ, കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവരെ നിയന്ത്രിക്കും. 7 മലമേലുള്ള ഒരു പട്ടണത്തിൽ ഇരുന്നു കൊണ്ട്. വെളിപ്പാട് 17 പറയുന്നുണ്ട് 7 മലമേലുള്ള പട്ടണം, ഒറ്റ പട്ടണമേ ലോകത്തിലുള്ളൂ, അത് റോമാണ്. ആ 7 മല, അറവന്തൽ, കൊറിനാൽ, പാലത്തിൽ, ചേളിയൻ, വിമലൻ, എസ്കോലിയൻ, കാപ്പി. അവിടെ ഇരുന്നുകൊണ്ട് അവൻ കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവരെ കൺട്രോൾ ചെയ്യും. ആന്റി ക്രൈസ്റ്റ് സത്താൻ ജെറുസലേമിൽ ഇരുന്നു കൊണ്ട് യഹൂദനെയും ലോകത്തെയും കൺട്രോൾ ചെയ്യും. യഹൂദനെ കുറിച്ച് പറയാൻ സമയം പോയി, ഇനി എനിക്ക് എടുക്കാൻ നേരമില്ല. അതായിരുന്നു ഞാൻ പറയാൻ വന്ന, പക്ഷേ ടൈം ഇച്ചിരി പോയി. ഗാസ യുദ്ധത്തെക്കുറിച്ച് പറയാനാണ് വന്ന, പക്ഷേ നമ്മുടെ ടൈം തീരാൻ പോവുക. അവൻ അവിടെ ഇരുന്നു കൊണ്ട് കൺട്രോൾ ചെയ്യുമ്പോൾ, ആ മോള് വായിച്ച് കേട്ടോ, ഒന്നുകൂടെ ഒന്ന് വായിച്ചേ, എത്രത്തോളം കറക്റ്റാന്ന് കേട്ടുകൊള്ളുക. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കിട്ടും. അന്ന് ജീവിക്കുന്ന ആളുകൾ ഡിവൈസുകൾ തുറക്കുമ്പോൾ അവന്റെ സംസാരിക്കുന്ന പ്രതിമ പ്രത്യക്ഷപ്പെടും. അതിന് പറയുന്ന വേറൊരു പേരുണ്ട്, ഇപ്പോൾ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. GTP എന്നൊക്കെ പറയും, ജനറേറ്റഡ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോം. അത് ലോകത്തിൽ കഴിഞ്ഞ ജൂലൈയിൽ ട്രയൽ എടുത്തു കഴിഞ്ഞു, വിജയിച്ചു കഴിഞ്ഞു. നിർമ്മിത ബുദ്ധി 40 മിനിറ്റ് പ്രസംഗിച്ചു, നടന്നു കഴിഞ്ഞു. മൃഗത്തിൻ്റെ പ്രതിമ നമസ്കരിക്കാത്തവരെയൊക്കെ കൊല്ലിക്കും. ഉള്ളന്നൂരോ കോട്ടയത്തോ അമേരിക്കയിലോ സിലോണിലോ ചൈനയിലോ ഇരിക്കുന്ന ഒരു വ്യക്തി യെരുസലേമിൽ ഇരിക്കുന്നവൻ്റെ ഇമേജ് കാണുമ്പോൾ നമസ്കരിച്ചില്ലെങ്കിൽ എങ്ങനെ അറിയും, എങ്ങനെ കൊല്ലും? വളരെ വിദഗ്ധമായി തീർന്നു കഴിഞ്ഞു. 10 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ, അറിയാമല്ലോ. അവർക്കൊരു ചാര സംഘടനയുണ്ട്, യൂറോപോൾ. അവർ 2018
ഇന്ത്യ മുതൽ അമേരിക്ക വരെയുള്ള രാജ്യങ്ങൾക്കൊരു മുന്നറിയിപ്പ് തന്നു. 2022 ശേഷം 23 കഴിയുമ്പോൾ കമ്പ്യൂട്ടർ മുതലായ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചു കൊള്ളണം. ഏത് സമയത്തും ഇൻ്റർനെറ്റ് കൊലപാതകം നടക്കാം. ഒരു വാടക ഗുണ്ടായും വേണ്ട, ഒരു വ്യക്തിയും വേണ്ട, ഇൻ്റർനെറ്റ് കൊലപാതകം നടത്താം. എങ്ങനെ? ഇൻ്റർനെറ്റിൽ കൂടി ഹാക്കേഴ്സിനെ കയറ്റിവിടാം. പൊട്ടിത്തെറിച്ചാൽ ഹാർട്ടിലേക്ക് അടിച്ച ആൾ മരിക്കാം. എങ്ങനെ? നോക്കിക്കേ, നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും. ഈ ലോകം ഈ പുരോഗതി നേടുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് പ്രവചനങ്ങളുടെ ആ ഭയങ്കരമായ നിവൃത്തി മനസ്സിലാക്കാൻ സാധിക്കും. പഴയകാലത്ത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മാത്രമേ സൂപ്പർ മാർക്കറ്റ് ഉള്ളൂ, അല്ലേ? ഇന്ന് നിങ്ങളുടെ ഈ ഉള്ളന്നൂരിലും കാണും സൂപ്പർ മാർക്കറ്റ്. പന്തളത്ത് ഏതായാലും ഉണ്ട്, കുളനടയിലും കാണും, ഇല്ലേ? അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഗ്ലാസ് കൊണ്ടുള്ള കഥകൾ. അവിടെ ഒരു സെക്യൂരിറ്റി നിൽപ്പില്ലല്ലോ. നമ്മളങ്ങോട്ട് ചെല്ലുന്നു, അത് തുറക്കുന്നു. എങ്ങനെ തുറക്കുന്നു? ഒരു സെക്യൂരിറ്റിയും ഇല്ല. നമ്മളങ്ങോട്ട് ചെല്ലുന്നു, നിശ്ചിത അകലെ ചെല്ലുമ്പോൾ ഇനി ചെല്ലുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തോണം, പതുക്കെ ഗ്ലാസ് അകലുന്നു. നമ്മൾ കയറിക്കഴിയുമ്പോൾ അടയുന്നു. അതാണ് സെൻസറിങ്. നമ്മളുടെ ഷെയ്ഡ് സെൻസർ ചെയ്യുന്ന സംവിധാനം അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. നിശ്ചിത അകലത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ നിഴലടിക്കും. നിഴലടിക്കുമ്പോൾ അതിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക തുറക്കാൻ. ഇതുപോലെ അവൻ്റെ ഡിവൈസ്, അന്നത്തെ ഡിവൈസിൽ നമസ്കരിക്കാത്ത നിഴൽ വീഴാത്ത സകല ഡിവൈസും പൊട്ടിത്തെറിക്കും, ആൾ മരിക്കും. ഇത്രയും വ്യക്തമായെങ്കിൽ ഇതാണ് പ്രീ റാപ്ചർ പീരിയഡ്, പ്രീ ട്രിബുലേഷണൽ പീരിയഡ്. ഈ കൊറോണ എന്ന് പറയുന്നത് വന്നത് മറ്റൊരു ഉദ്ദേശത്തിനാണ്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഈ കൊറോണ എന്താണ്? പ്രവചന നിവൃത്തി. കർത്താവിൻ്റെ വരവിന് ശേഷം, യേശുവിൻ്റെ ശരീരമാകുന്ന സഭ എടുക്കപ്പെട്ട ശേഷം 3 വർഷം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ 21 വിധ ക്രോധം ഈ ഭൂമിയിൽ ചൊരിയാൻ തുടങ്ങും. അതിനാണ് ഈ പാസ്റ്റർമാർ പറയുന്ന മഹോപദ്രവ കാലം. അതിലൊന്നാമത്തെ കോപം എന്താണെന്നറിയാമോ? അന്നൊരു രോഗം വന്ന് ലോകത്തിലെ ജനസംഖ്യയിൽ 4/1 മരിക്കും. വായിക്കാം, വെളിപ്പാട് 6:7. വെളിപ്പാട് 6:7. നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന 4ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. കാലം 1 വർഷം, കാലാർത്ഥം 6 മാസം, കാലാംശം 3 മാസം. അന്ന് ജീവിക്കുന്ന ജനങ്ങളിൽ 4/1 ഒരു രോഗം വരും. ആ രോഗം 90 ദിവസം മനുഷ്യ ശരീരത്തിൽ നിൽക്കും. ആ രോഗത്തോടെ 4/1 ജനമന്ന് മരിക്കും. ഇന്ന് കൊറോണ വന്ന് 800-1 ജനം മരിച്ചു. അനൗദ്യോഗിക കണക്ക് 1 കോടി ജനം മരിച്ചു. എങ്കിൽ ഞാൻ പറഞ്ഞില്ലതേ ഉള്ളത്, സ്നേഹം മുറിച്ചു. അവൻ സ്നേഹം മുറിച്ചു. ഭാര്യ മരിച്ചു. ഭർത്താവിന് ശവം കാണാൻ ഒത്തില്ല, ബോഡി കാണാൻ ഒത്തില്ല, ശരിയല്ലേ? അമ്മ മരിച്ചു, മകന് കാണാനൊത്തില്ല. സ്നേഹം അറുത്തു മുറിച്ചു മാറ്റി. ഇതെല്ലാം അവൻ്റെ സമയത്ത് നടക്കാൻ പോവുക. എങ്കിൽ ഈ കൊറോണ എന്താണ്? എങ്ങനെ വന്നു? ഇത് ഇന്നൊന്നുമല്ല, വചന നിവൃത്തിയ. അത്തി തളിർക്കുമ്പോൾ ലോകത്തിന് വേനൽ. 1897 അത്തിയാകുന്ന ഇസ്രായേലിൻ്റെ ആദ്യത്തെ തളിർപ്പ്. 1800 വർഷങ്ങളുടെ അന്ധകാരത്തിന് ശേഷം അവർക്കൊരു ഉണർവുണ്ടായി. നമുക്ക് സിയോനിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കണം, ആത്മീയ ലക്ഷണം. അതേ വർഷം ശാസ്ത്രലോകം പുകയിലച്ചെടിയിൽ വൈറസിനെ കണ്ടുപിടിച്ചു. വൈറസിന് ട്രീറ്റ്മെൻ്റ് ഇല്ല. 2 അത് വളർന്നു. 935, 40, 45 അത്തി തളിർത്തു. അന്ന് അതെ ഈ വൈറസ് മനുഷ്യരിൽ കയറി. അതിന് നമ്മളിട്ട പേരാ ഇൻഫ്ലുവൻസ. ഇത് വളർന്നുകൊണ്ടിരിക്കുക, വീണ്ടും തീർന്നില്ല. കറക്റ്റ് 2009 ഈ വൈറസ് ലോകം മുഴുവൻ പരന്നു. അവരവരെ എല്ലാ രാജ്യക്കാരും അതനുസരിച്ചുള്ള പേരിട്ടു.
അമേരിക്കക്കാർ പറയും H1N1, ബ്രിട്ടീഷുകാർ പറയും ഫിഗ് ഫീവർ, പന്നിപ്പനി, മറ്റ് രാജ്യക്കാർ പറയും മഞ്ഞപ്പനി, ഗിഡനസ് ഫീവർ, ഇന്ത്യക്കാരും മലയാളിയും പറയും ചിക്കൻ ഗുനിയ. വന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട് ഇല്ലേ? അന്നത്തെ തെളിവ് 10 ദിവസമായിരുന്നു ചിക്കൻ ഗുനിയ. 10ാം പക്കല്ലേ പനി വന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞേ, 10ാം പക്കം പനി വിട്ടില്ലേ? അതിൻ്റെ കാരണങ്ങൾ പറയാൻ സമയം പോകൊണ്ട് പറയുന്നില്ല. 10ാം പക്കം പനി വിട്ടുപോയി. ശാസ്ത്രം തെളിയിച്ചു. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി അവനെ അടിച്ച് വെളിച്ചടിച്ചു. 10ാം പക്കം 10 ദിവസം കഴിഞ്ഞപ്പോൾ പനിയെല്ലാം മാറി. പിന്നെ അതിൻ്റെ ക്ഷീണം 2.5 മാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ക്ഷീണവും ഇല്ല. പിന്നെ ഉണ്ടെന്ന് പറയുന്ന അച്ചായനെ കൊണ്ട് വെള്ളം കോരിക്കാനാണ് വെച്ച് പറഞ്ഞത് അല്ലേ? തീർന്നില്ല. കറക്റ്റ് 10 വർഷം കഴിഞ്ഞു. 2019 നവംബർ ചിക്കൻ ഗുനിയ കൊറോണ വൈറസായി മാറുന്നു. ശരിയാണോ? കൊറോണ ഇതെവിടുന്ന് വന്നു? ഓരോ രാജ്യക്കാർ പറയും മൂങ്ങായ, എലിയ, മാങ്ങായ. നമ്മളതൊന്നും പറയുന്നില്ല, നിഷേധിക്കുന്നില്ല. തിരുവചനം എന്തു പറയുന്നു? എന്താണ് ബൈബിള് പഠിപ്പിക്കുന്നത്? 2600 വർഷം മുൻപേ ഒരു സയൻസും ഇല്ലാഞ്ഞപ്പോൾ ശാസ്ത്രം വെളിപ്പെടുത്തി വായിക്കാം. ഹഗായി പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. ശാസ്ത്രം വെളിപ്പെടുത്തി. ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ബൈബിൾ വെളിപ്പെടുത്തി. ശാസ്ത്രമല്ല, ബൈബിൾ വെളിപ്പെടുത്തി വായിക്കാം. ഹഗായി 2:6. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ മോള് വായിക്കും. 5 ഇളക്കം പറയുന്നുണ്ട്. 5 ഇളക്കം. ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. അടുത്തത്, ഞാൻ സകല ജാതികളെയും ഇളക്കും. ഒടുവിലൊരു ഇളക്കവാ. സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും. ആ സകല ജാതികൾ ഇളകിക്കഴിഞ്ഞാൽ മനോഹര വസ്തു വരും. സകല ജാതികളുടെയും മനോഹര വസ്തു വരും. ഇത് ബൈബിൾ. ശാസ്ത്രത്തിലേക്ക് വരാം. ശാസ്ത്രം പുരോഗമിച്ചെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിനാ. ഈ മാരകമായ രോഗാണുക്കൾ എങ്ങനെ വരുന്നു എന്നറിയുവാൻ പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞൻ ഒരു പരീക്ഷണം നടത്തി. കേട്ടുകൊള്ളുക. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ 4 വാതകങ്ങൾ ലോകത്തിൽ എവിടെയും സുലഭം. നമ്മുടെ ഈ തങ്കച്ചമ്പതൻ്റെ മുറ്റത്തുമുണ്ട്, നമ്മുടെ എല്ലാ വീടുകളിലുണ്ട്. അന്തരീക്ഷം എവിടെ ഉണ്ടോ അവിടെയെല്ലാമുള്ള 4 വാതകം 10 പൈസ കൊടുക്കേണ്ട, ഫ്രീയാണ്. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഈ 4 വാതകങ്ങൾ അദ്ദേഹം എടുത്ത് ഒരു ഫ്ലാസ്കിൽ വെച്ചു. 5ാമതൊരു മൂലകം കയറ്റി, എലിമെന്റ് സൾഫർ. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ. സാധാരണ പരീക്ഷണം നടത്തുമല്ലേ, ഇലക്ട്രിക്കൽ പവർ കയറ്റി, ഒരു വ്യത്യാസവും ഇല്ല. പല രശ്മികൾ കയറ്റി, ഒരു വ്യത്യാസമില്ല. ഒട്ടുമില്ലൊരു ട്രയൽ അൾട്രാ വയലറ്റ് കയറ്റി, UV. അദ്ദേഹം പോലും തിരിഞ്ഞുപോയി. അദ്ദേഹം വെളിച്ചാടി. ആ ഫ്ലാസ്കിനകത്ത് ജീവന്റെ ഘടകമുണ്ടായി. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ 4 വാതകം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക. ഒരു മൂലകം സൾഫർ പ്ലസ് UV. ആ ഫ്ലാസ്കിനകത്ത് വെറും ജീവനല്ല, വെറും ജീവനുമല്ല. 85 വയസ്സ് പ്രായമുള്ള ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു? ജയ് കിട്ടി പാസ്റ്റർ എങ്ങനെ ഇവിടെ ഇരിക്കുന്നു? കാലിന് അല്പം വേദനയുണ്ടെങ്കിൽ കുതിര പോലെ മാത്യു പാസ്റ്റർ എങ്ങനെ നടക്കുന്നു? എന്താ? ഞങ്ങൾക്കൊക്കെ, നിങ്ങൾക്ക് ജീവനുണ്ട് അല്ലേ? നമ്മളൊക്കെ ജീവനുള്ളവരാ. ജീവനില്ലായിരുന്നു നമ്മളെ വേറെ സ്ഥാനത്താക്കിയാന് അല്ലേ? നമുക്ക് ജീവനുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ശ്വാസം വിടുന്നത് കറക്റ്റാ. ഏറ്റവും ആഴമായ തെളിവ് നമ്മുടെ DNA ലൈവായിരിക്കണം. DNA നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനാണല്ലോ. DNA ഡെക്സിറിബോന്യൂക്ലിയസ്. അതിൽ ലൈവാകണമെങ്കിൽ അതിനകത്ത് 2 സാധനം വേണം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം. പീരാമിഡിൻ, പ്യൂരിൻ. പീരാമിഡിനും പ്യൂരിനും ഇല്ലെങ്കിൽ നമ്മുടെ DNA ഡെഡാ. ഒരു ഡെഡ് ബോഡിയിലെ DNA എടുത്താൽ ഇതില്ല. ജീവിച്ചിരിക്കുന്ന നമ്മുടെ DNAയിൽ പിരാമിഡിനുമുണ്ട്, പ്യൂരിനുമുണ്ട്. ഈ ഫ്ലാസ്കിനകത്ത് അതുണ്ടായി. ഇപ്പം മനസ്സിലായോ എവിടുന്ന് വന്ന് ഈ സൂത്രം? കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നോക്കിക്കേ. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ അന്തരീക്ഷത്തിൽ. പ്രവചനം കേട്ടോ? കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ കരയെ ഇളക്കും, കടലിനെ ഇളക്കും, ഭൂമിയെ ഇളക്കും. കഴിഞ്ഞ 35 വർഷം കൊണ്ട്
നിരവധി വൾക്കാനോ എക്സ്പ്ലോഷൻ, അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായി. 5-ാമൻ സൾഫർ കയറി വന്നു. ഞാൻ ആകാശത്തെ ഇളക്കും. ആകാശത്തിൻ്റെ 2-ാമത്തെ തട്ട് 1.5 കോടി കീറിപ്പോയി. 8% UV കയറി വന്നു. സകല ജാതികളെ ഇളക്കി. ഇല്ലേ, ലോകത്തിൽ കൊറോണ വന്നേ ഇളകാത്ത ഒറ്റ വ്യക്തിയുണ്ടോ? സകല ജാതികളെ ഇളക്കിയെങ്കിൽ സകല ജാതികളുടെയും മനോഹര വസ്തുവാകുന്ന 10,000-ങ്ങളിൽ സുന്ദരൻ ഇതാ ആകാശമേഘങ്ങളിൽ വരുവാൻ പോകുന്നു. ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് ഇത്. ട്രയൽ എതിർ ക്രിസ്തുവിന് വിജയകരമായി ഈ ലോകത്തെ നിയന്ത്രിക്കാം എന്നുള്ളതിൻ്റെ കൗണ്ട് ഡൗൺ ട്രയൽ റിഹേഴ്സലായിരുന്നു ഈ കൊറോണ. തീർന്നിട്ടില്ലല്ലോ. അത് വന്നിട്ട് അതിൻ്റെ അനിയത്തി ഇവിടെ ഇരിപ്പുണ്ട്, ചെടുത്തി ഇരിപ്പുണ്ട്. ഏതാ? പ്രസംഗിക്കുമ്പം പാടുമ്പം തൊണ്ടയ്ക്ക് പിടിക്കുന്നില്ലേ, അത് അനിയത്തിയാ. ഇടയ്ക്കൊരു ശ്വാസം നിൽക്കുന്ന ചെടുത്തിയാ. അതെല്ലാം കൊണ്ട് നിൽക്കത്തില്ല. ഇത് വളർന്ന് കർത്താവിൻ്റെ വരവിന് ശേഷം 90 ദിവസം ശരീരത്തിൽ നിൽക്കാനുള്ള ശക്തി ഇത് ആർജിക്കും. അന്ന് ജീവിക്കുന്ന 4-1 ജനം മരിക്കും. അതിന് 3 വർഷം മുമ്പേ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നടങ്ങും. ഇനി എനിക്കുള്ള 10 മിനിറ്റ് ഞാനൊരു ഗൗരവം പറയാനുണ്ട്. കർത്താവ് ആരെ ചേർക്കും? ആരെയെ ചേർക്കുന്നത്? സ്തോത്രം. ഇസ്രായേലിനെ കർത്താവ് രാജാവാകുമ്പം, ആമോസിൻ്റെ പ്രവചനം എടുത്തു വെക്കണം നമ്മളെ 9-ാം അധ്യായം. എന്നെ ശ്രദ്ധിക്കുക, നിങ്ങളാരും വാക്കിയെടുക്കേണ്ട, കൊച്ചു വായിക്കേണ്ട, 10 മിനിറ്റ്സേ ഉള്ളതുകൊണ്ടാണ്. ഇസ്രായേലിനെ പ്രവചന നിവൃത്തിയായിട്ട് യേശു രാജാവായിട്ട് വാഴുമ്പം അന്ന് അവശേഷിക്കുന്ന ഇസ്രായേലിനെ എല്ലാം ഒന്നും സ്വർഗരാജ് 1000 ആണ്ട് കയറ്റത്തില്ല. 2 വാക്യമുണ്ട്. ഒരു വാക്യം മാത്രം വായിച്ചാൽ മതി. ആമോസിൻ്റെ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യം വായിരും. ആമോസ് 9:9. അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ സകല ജാതികളുടെയും ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കും. നമ്മൾ ഇന്ന് രാവിലെ ചായ അരിച്ച ആൻറ്റിമാരോട് ഇരിപ്പില്ലേ? അരിപ്പ എങ്ങനെ പിടിച്ചു? ചായ ഊറ്റി, ചായ കപ്പിലോട്ട് വന്നു, അരിപ്പ കൊന്തെല്ലാം അരിപ്പ തങ്ങി. ഇസ്രായേലിനെ അരിപ്പ കൊണ്ടരിക്കും അന്നേ. അത് നിങ്ങൾ വീട്ടിൽ പോയി എഹെസ്കേൽ 20:35 വായിക്കുമ്പം കാണാം. മരുഭൂമിയിൽ വെച്ച് ശരിക്കരിക്കും. എന്നിട്ട് അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ മാത്രം 1000 ആണ്ട് കയറ്റും. എങ്ങനെ? ഭൗതിക ശരീരത്തിൽ ഇസ്രായേലിനെ 1000 ആണ്ട് കയറ്റാൻ അരിപ്പ കൊണ്ടായിരിക്കുന്നെങ്കിൽ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നു. ഈ തലമുറയിൽ കർത്താവ് വരുമ്പോൾ നമ്മുടെ ഈ ശരീരത്തെ തേജസ്സാക്കി രൂപാന്തരപ്പെടുത്താൻ ഇതിനേക്കാൾ വലിയ പരിപാടി ചെയ്യും. അതിന് പറയുന്നൊരു വാക്യമാണ്, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. മത്തായിയുടെ 3:12. വീശുമുറമുണ്ട്. അവൻ നാടിനെയല്ല കളത്തെ മുറ്റും വെടിപ്പാക്കി വീശുമ്പോൾ പതിരുമാറും. മനസ്സിലായോ? പതിരുമാറും. നല്ല മണികൾ അവൻ്റെ നിലവറയിൽ കൊണ്ടുപോകും. വീണ്ടും കർത്താവ് ഒരു വാക്യം പറഞ്ഞു, മത്തായി 22:14. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ദൈവമക്കളെ, പരിപൂർണ വിശുദ്ധിയില്ലാതെ സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. കോലാഹലങ്ങളുടെ പുറകെയും വചനവിരുദ്ധമായ കാര്യങ്ങളുടെ പുറകിലും ആ കാര്യങ്ങളിലൊക്കെ നടന്ന് പൊളിറ്റിക്സും കളിച്ച് നാട്ടിൽ പ്രമാണിയായി നടന്ന് ദൈവദാസന്മാർക്കും പുരോഹിതന്മാർക്കും തലവേദന സൃഷ്ടിക്കുന്ന ഒറ്റ എണ്ണം അങ്ങ് പോകത്തില്ല. തീർത്ത് ഞാൻ പറയുക. കാരണം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിഷ്കളങ്ക മക്കളാകാനാ. എഫേസ്യർ 1:4 പറയുന്നു, തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകുവാൻ. ആവശ്യമില്ലാത്ത അലങ്കാരവുമായിട്ട് ജീവിക്കുന്ന ഒറ്റ എണ്ണത്തിൻ്റെ ശരീരം രൂപാന്തരപ്പെടത്തില്ല. ഒരമ്മച്ചി ദോശ, ഞാനൊരു വീട്ടിൽ താമസിക്കുക. പാസ്റ്ററെ നാളെ രാവിലെ ഇഡ്ഡലി തരാമെന്ന് പറഞ്ഞു. എനിക്കും ഇഡ്ഡലി വലിയ ഇഷ്ടമാണ്. ഞാനും വാസതി ഇഡ്ഡലി സ്വപ്നം കണ്ടാന്ന് കിടന്നത്. കാരണം വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കി തരത്തില്ല. അപ്പോൾ ഇന്നെന്നാ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. രാവിലെ ആ സഹോദരി ഒരു സോറി പാസ്റ്ററെ സംഗതി മാറിപ്പോയി. എന്നാ ചോദിച്ചു. ഞാൻ ഈ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് മറന്നു, ഇതേ കുഴച്ച് വെക്കാൻ ലേറ്റായിപ്പോയി, ഇത് പൊങ്ങിയില്ലെന്ന് പറഞ്ഞു.
പുള്ളിക്കാരി നാട്ടുകാരും ഒക്കെ പറഞ്ഞ് രാത്രിയിൽ ഒരു 12 ആയപ്പോഴാണ് കുഴച്ച് വെച്ചത്. മതിയായിട്ടുള്ള ചൂടില്ല, ഫെർമെൻ്റ് ഇല്ലായിരുന്നു, പൊങ്ങിയില്ല. അതുകൊണ്ട് ഇഡ്ഡലി മാറ്റി എനിക്ക് റൊട്ടി തന്നു. ഇഡ്ഡലി ആശിച്ച ഞാൻ ബ്രെഡ് കഴിച്ചു. എന്താ ഇത്? ഫെർമെൻറ്റേഷൻ നടന്നില്ല. ആവശ്യമില്ലാത്ത ദൈവവചനത്തിലില്ലാത്ത അലങ്കാരങ്ങളും ആവശ്യമില്ലാത്ത പരിഷ്കാരങ്ങളും വചനവിരുദ്ധമായ അലങ്കാരങ്ങളും മോഡലുമായിട്ട് നടക്കുന്ന ഒറ്റ എണ്ണം സ്വർഗത്തിൽ പോകത്തില്ല. പറയാതിരിക്കാനൊക്കത്തില്ല. കാരണം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും. ലോകത്തെ കോപ്പിയടിക്കാനുള്ളവരല്ല ദൈവമക്കൾ, വചനത്തെ പാലിക്കാനുള്ളവരാണ് ദൈവമക്കൾ. നശിക്കുന്നവരെ കോപ്പിയടിക്കാനുള്ളവരല്ല. ലോകം പല അലങ്കാരങ്ങളും ചെയ്യും. അതല്ല നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് സ്വർഗീയ വിളി. ഒന്ന്, വിശുദ്ധിയിൽ നിൽക്കണം, തികഞ്ഞ വിശുദ്ധി. ഒരു വാക്യമുണ്ട് 12:10, എബ്രായർ 12:10. ഞാനത് വായിക്കുമ്പോൾ ഭയപ്പെടും. എബ്രായർ 12:10 വായിക്കാം. എബ്രായർ 12:10. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. നാം അവന്റെ വിശുദ്ധി. ഏതായി വിശുദ്ധി? അവന്റെ വിശുദ്ധി. അവന്റെ വിശുദ്ധി. തങ്കച്ചൻ ബ്രദർ ഈ വീട് പണിതപ്പം ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു വീടിൻ്റെ മോഡൽ കണ്ടതാ, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് കണ്ട് വരച്ചു കൊടുത്തതാ. അല്ലാതെ അദ്ദേഹം ഒരു രാത്രി കിടന്നുറങ്ങിയപ്പം തങ്കച്ചൻ ബ്രദറിന് സ്വപ്നത്തിൽ വെളിപ്പെട്ടതൊന്നുമല്ല ഈ പടം, ഈ വീട്. അദ്ദേഹം ഒരു മോഡൽ കണ്ടതാ, ഇല്ലേ? നമ്മുടെ മോഡൽ എന്താ? പുറപ്പാട് 15:11 വായിച്ച് എന്താണ് നമ്മൾ കാണുന്ന മോഡൽ? പുറപ്പാട് 15:11 എന്താണ് ദൈവത്തിൻ്റെ വിശുദ്ധി? വായിച്ചാട്ടെ. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായി ആർ? അടുത്തത് വിശുദ്ധിയിൽ മഹിമയുള്ള. വിശുദ്ധിയിൽ മഹിമ. ആ വിശുദ്ധി നിങ്ങൾ ഞാൻ പ്രാപിക്കണം, എന്നാലേ ഒക്കത്തുള്ളൂ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ കാണുന്ന പോലെ രൂപാന്തരപ്പെടുവാൻ അവനോട് സദൃശന്മാരാകും. അവൻ തനിക്ക് സകലതും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതിന് അത്യാവശ്യം വേണ്ടി യോഗ്യത. വീണ്ടും ജനിക്കാതെ ഒറ്റപ്പുള്ളി സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ കാണത്തില്ല. ഒത്തിരി പറയേണ്ട കാര്യമാണ്. യേശുവിൻ്റെ മുമ്പിൽ നിക്കോദിമോസ് വന്ന് നിന്നു. യഹൂദന്മാരുടെ ഉപദേഷ്ടാവ്. യേശുവിന് മാത്രം ഈ നിക്കോദിമോസിനെ കുറിച്ചൊരു കാര്യം അറിയാം, വേറെ ആർക്കും അറിയാൻ മേല. യേശു ദൈവമായതുകൊണ്ട്. യഹൂദന്മാരുടെ പ്രമാണിയാന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ യേശു ദൈവമായതിനാൽ ഈ നിക്കോദിമോസിനെ കുറിച്ചൊരു കാര്യം അറിയാം. കാരണം തൻ്റെ ശരീരം ക്രൂശിൽ കിടക്കും. വചനമാണ്, അത് പക്ഷി കൊത്തി തിന്നാൻ പാടില്ല. കാരണം ദ്രവത്വം കാണാൻ പാടില്ല, ബാക്ടീരിയ കയറാൻ പാടില്ല. അതിന് ദൈവം സ്വർഗത്തിൽ നിന്നും അപ്പോയിൻ്റ് ചെയ്ത 2 പേരിൽ ഒരുത്തനായി മുമ്പ് നിൽക്കുന്നത് നിക്കോദിമോസ്. അദ്ദേഹത്തിനത് അറിയാൻ മേല, നിക്കോദിമോസിന്. യേശുവിനറിയാം എൻ്റെ ബോഡി അടക്കാനുള്ളവനാ. അത് ചെറിയ പരിപാടിയല്ല, അറിയാമോ? 50 കിലോ തൂക്കം ആണ് ഈ ബോഡിയിൽ. 33 വയസ്സ് പ്രായമുള്ള ഒരു യൗവന ശരീരത്തിൽ 50 കിലോമീറ്റർ പൊക്കിയെടുക്കണം. ചെറിയ കേസൊന്നുമല്ല. കൊണ്ടടക്കാനുള്ളവനാണ് ഈ നിൽക്കുന്ന മുമ്പിൽ വന്ന്. യേശുവിനറിയാം. പക്ഷേ യേശു അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു, ഇതൊക്കെ നീ ചെയ്യും, പക്ഷേ നീ സ്വർഗത്തിൽ വരണേ വീണ്ടും ജനിക്കണം. അതിൽ കൂടിയ യോഗ്യതയുള്ള ഒരു നേതാവും ഈ ലോകത്തിലില്ല. അപ്പോൾ വീണ്ടും ജനിക്കാത്ത ഒറ്റ വ്യക്തി ഈ തലമുറയിൽ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടത്തില്ല. വീണ്ടും ജനിച്ചെങ്കിൽ കർത്താവ് അടുത്ത കൽപ്പന പറയുന്നുണ്ട്, അതെടുത്താൽ അനുസരിക്കാതെ നടക്കത്തില്ല. അത് പെന്തിക്കോസ്തുകാരുടെ ഉപദേശമല്ല, വചനമാ. ഇന്നത്തെ ഈ ലോകത്തിലുണ്ടല്ലോ, ₹1 കൊടുക്കണ്ട, കാറ് വീട്ടിൽ കൊണ്ടുതരും. നല്ല ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ബാങ്ക് മാനേജർ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, നിങ്ങളുടെ വീട്ടിൽ പുതിയ കാറ് തന്നെയല്ല 2 കിലോ കേക്ക് കൂടെ കൊണ്ടുതരും. എനിക്ക് കിട്ടിയിട്ടുണ്ട്. പുതിയ കാറും 2 കിലോ കേക്കും വീട്ടിൽ കൊണ്ടുതരും. പക്ഷേ റോഡിൽ ഓടിക്കണേ ലൈസൻസ് എടുക്കണം. രക്ഷിക്കപ്പെട്ടതിൻ്റെ ലൈസൻസാ വിശ്വാസ സ്നാനം. ഇത് മതം മാറാനല്ല, സഭ മാറാനല്ല, പള്ളി മാറാനല്ല, യേശുവിനോട് ചേരാനാ. അത് ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്തത് കറക്റ്റാണെന്ന് സ്വർഗം അക്നോളജ് ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. അത് കിട്ടുന്നവൻ അടങ്ങിയിരിക്കത്തില്ല, അവൻ ആരാധന കാണത്തില്ല, അവൻ ആത്മാവിൽ ആരാധിക്കും. അടുത്തത് അവൻ വിശുദ്ധിയിൽ ജീവിക്കും.
ആ വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ ചേർക്കാൻ കർത്താവ് വരാൻ പോകുന്നു. ഇസ്രായേലിൻ്റെ ബഹളം നിങ്ങൾ കേട്ടോ? സമയം തീർന്നല്ലോ. ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ നിർത്താം. ഇസ്രായേലിൻ്റെ യുദ്ധം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരാഴ്ചക്കകം പൊടിയാക്കും ഇസ്രായേൽ. തൊടത്തില്ല. ആരാ ഹമാസ് എന്നൊക്കെ അറിയാമോ? ഇസ്രായേലിന് അവിടെ കയറേണ്ട ഒരു കാര്യവുമില്ല. ഗാസ എന്താ? ഹമാസ് തീവ്രവാദികളാ, അവർ കയറി ഇസ്രായേലിനെ ആക്രമിച്ചു. അത് കറക്റ്റ്. ഈ ഗാസ എന്നതാ? പൂർവ്വകാലം മുതൽ 5 ജാതികളാ. 1 യഹോവ ജനിച്ച ജനം, യഹോവയാൽ ജനിപ്പിക്കപ്പെട്ട ജനം ഇസ്രായേൽ. 2 യഹോവ പേരിട്ട ജനം ഇശ്മായേല്യർ. 16:10 കാണാം പേരിട്ടത് യഹോവയായ ദൈവം. 3 ഏശാവിൻ്റെ മക്കൾ ഏദോമ്യർ. ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ ആവർത്തനം 2:4 വായിച്ചാൽ മതി. പറഞ്ഞു, തൊട്ടുപോകരുത് അവനെ, അവൻ്റെ വെള്ളം മേടിച്ച് കുടിച്ചിട്ടേ കാശിൻ്റെ കൊടുക്കാതെ പോകരുതേ. 4 കനാന്യർ. ഹാമിൻ്റെ മകനാ കനാൻ. കനാന്യരുടെ സ്ഥലമാ പലസ്തീൻ നാട്. അതായത് കനാൻ ദേശം ഇസ്രായേലിൻ്റെ അല്ല. ഇനിയൊരു മകനുണ്ട്. കനാൻ്റെ മകനാ മിസ്രൈം. മിസ്രൈമിന് വായിച്ച വെളിപ്പാട് 10:13 മാത്രം ഒന്ന് വായിക്കാം. മിസ്രൈമിനും 6 ആമക്കളാ. അവരുടെ പേര് കേൾക്കാൻ എന്നാ രസം അറിയാം. ലൂദിയും വായിച്ചാ മോളെ. 10:13 ഉൽപ്പത്തി 10:13. അയ്യോ മോള് വെളിപ്പാടാണ് അവൻ എടുത്ത് വെച്ചത്. ഉൽപ്പത്തി 10:13 വേഗം വായിച്ചേ. ലൂദിയും ലഹാഹിയും വായിച്ചേ. ലൂദിയും അനാമീം ലഹാബീം. എനിക്ക് ഇന്ന് നമ്മൾ പേരിടും സുഞ്ഞമ്മ, സാറാമ്മ, അച്ചാമ്മ ഇല്ലേ? അവറാച്ചൻ, തോമാച്ചൻ, ചാക്കോച്ചൻ. ഇത് പണ്ടേ അവരാ തുടങ്ങിയത് പ്രാസത്തി പേര്. ഒന്ന് വായിച്ചേ. ആദ്യം ഒന്ന് വായിച്ചേ. ലൂദീം അനാമീം ലഹാമീം നഫ്തൂഹിം പത്രോസിം കുസ്ലീഹിം. കേട്ടോ? എല്ലാ പ്രാസത്തിൽ. എന്നിട്ടൊരു അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ഇവരിൽ നിന്നും ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. അവരുടെ സന്തതികളാ ഫെലിസ്ത്യർ. ആരുടെ? മിസ്രൈമിന്റെ. അവരുടെ വല്യപ്പന്റെ പേരാ മിസ്രൈം. അതാ രാജ്യത്തിന് ആ പേരിട്ടത് ഈജിപ്റ്റ്. അതാ 108 സങ്കീർത്തനം 21 വാക്യം. യാക്കോബ് ഹാമിന്റെ ദേശത്ത് പാർത്തു. ഫെലിസ്ത്യൻ. അവരും കനാന്യരുമായി കസിൻസ്, വിവാഹബന്ധം പുലർത്തി. അങ്ങനെ കനാന്യരുടെ നാട്ടിൽ ഇവർ കയറി പിടിച്ചു. അതാണ് ഈ പലസ്തീൻ നാടെന്ന് പറഞ്ഞാൽ ഫെലിസ്ത്യരുടെ നാട്. കനാൻ ദേശം എന്ന് പറഞ്ഞാൽ കനാന്റെ നാട്. ഉൽപ്പത്തി 10:19. എന്നാൽ യഹോവ ദയുണ്ടായി ഇവർ പ്രവാസം കഴിഞ്ഞു വന്നപ്പോൾ അവരെ ഒഴിച്ചിവർക്ക് കൊടുത്തു. കൊടുത്തപ്പോൾ ഗാസ കൊടുത്തിട്ടില്ല. ആ പ്രദേശം അന്നും ഇന്നും പലസ്തീൻ്റെ. നിങ്ങൾക്കറിയാം, ഫെലിസ്ത്യർ ശിംശോനെ കൊണ്ട് താമസിപ്പിച്ചത് എവിടാ? ഗസയിൽ. അതവരുടെ സ്ഥലമാണ്. ഇസ്രായേൽ കയറി അടിക്കുക. അടിച്ചിട്ട് എന്നെ പറ്റി? അവൻ്റെ കൈ കുഴയുക. ഇന്നത്തെ പത്രത്തിലും ഇല്ലേ? എന്താ സംഭവം? എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പ് അടുത്തു കഴിഞ്ഞു. കണ്ണിമയ്ക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെടും. അത് കഴിയുമ്പോൾ ഒരു സംഭവം നടക്കും. ഇസ്രായേലിൻ്റെ കൈ കുഴയും. അവനെ രക്ഷിക്കാൻ ആരുമില്ല. അമേരിക്ക കൈവിടും, ബ്രിട്ടൻ കൈവിടും, UN കൈവിടും, മടുക്കും. മടുത്തു കഴിയുമ്പോൾ ഒരുവൻ വരും, എതിർ ക്രിസ്തു. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ സ്വീകരിക്കും. അവൻ വരും. അവൻ ഇറങ്ങിക്കഴിഞ്ഞു. അവൻ പറയും, ഞാൻ സമാധാനം ഉണ്ടാക്കി തരാം. ഒരു സംഭവത്തിലേക്ക് വരാൻ പോകുകയാണ്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വലിയൊരു സംഭവം. അവനൊരു സെറ്റിൽമെൻറ്റ് വെക്കും. അവൻ വെക്കുന്ന സെറ്റിൽമെൻറ്റിൽ അറബികൾ സമ്മതിക്കും, യഹൂദനും സമ്മതിക്കും. അതിൻ്റെ അടയാളമാ ഈ കോലാഹലങ്ങളൊക്കെ നടന്നിട്ടും അറബികൾ കാര്യമായിട്ട് അനങ്ങുന്നുണ്ടോ? ഇല്ല. ഇറാൻ അറബി നാടല്ല, സിറിയ അറബി നാടല്ല. അറബികൾ അനങ്ങുന്നില്ല. ദോഹക്കാർ മാത്രം ഇടയ്ക്ക് നിൽക്കുന്നു. സൗദി അറേബ്യക്കാർ അല്പം നിൽക്കുന്നു. ബാക്കി ആരും അനങ്ങുന്നില്ല. സെറ്റിൽമെൻറ്റ് വരാൻ പോവുക. എന്താണ് സെറ്റിൽമെൻറ്റ്? 3 മതങ്ങളുടെ പുണ്യസ്ഥലം ജെറുസലേം. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന 3 മതങ്ങളുടെ പുണ്യസ്ഥലം ജെറുസലേം. 1 യഹൂദ മതം, 2 അറബി അഥവാ ഇസ്ലാം മതം, 3 ക്രൈസ്തവ മതം. ഇസ്ലാം മതത്തിന് 3 പ്രത്യേകത.
ആ യെരുസലേം. അവരുടെ ഒടുവിലത്തെ പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്ത് യെരുസലേമിൽ നിന്നും. 2, അതിൻ്റെ പ്രതീകമാണ് ഡോം ഓഫ് ആർക്ക്. 3, ഇസ്ലാമിന് അറബികൾക്ക് ലോകപ്രശസ്തമായി 3 ദേവാലയം. 2 സൗദി അറേബ്യയിൽ മെക്ക, മെദീന. 3 യെരുസലേമിൽ അൽ അക്സ. യഹൂദന്മാർക്ക് 3 പ്രത്യേകത. യെരുസലേം, അവരുടെ രാജധാനി യെരുസലേം, അവരുടെ ഏക ദേവാലയം യെരുസലേം, അവരുടെ അണ്ടർ ദി പെസഹ ജെറുസലേം. ക്രൈസ്തവ ലോകത്തിന് 10 പ്രത്യേകതകൾ. നമ്മുടെ കർത്താവ് രാജാവാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് പ്രവേശിച്ച ഏക പട്ടണം ജെറുസലേം. നമ്മുടെ കർത്താവിനെ അറസ്റ്റ് ചെയ്തതും വിസ്തരിച്ചതും ക്രൂശിച്ചതും ജെറുസലേം. നമ്മുടെ കർത്താവിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചത് ജെറുസലേം. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്, ഉയർത്തെഴുന്നേറ്റത് ജെറുസലേമിൽ. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് യെരുസലേമിൻ്റെ കിഴക്ക് വശത്തുള്ള ഒലിവുമല. തീർന്നില്ല, പരിശുദ്ധാത്മാവിനെ നൽകിയത് ജെറുസലേമിൽ. ക്രൈസ്തവ സഭ ആരംഭിച്ചത് ജെറുസലേമിൽ. വേറെ അന്ത്യോക്യയിലും അല്ല, സിറിയയിലും അല്ല, ജെറുസലേമിൽ. ആദ്യമായി ക്രൈസ്തവ സഭയ്ക്ക് അധികാരികളിൽ നിന്നും പീഡയുണ്ടായത് ജെറുസലേമിൽ. ലോകത്തിലെ ആദ്യത്തെ രക്തസാക്ഷി കല്ലേറുകൊണ്ട് വീണു മരിച്ചത് ജെറുസലേമിൽ. ഒടുവിൽ എനിക്കും നിങ്ങൾക്കും രക്ഷയുടെ വഴി തുറന്നേ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം യഹൂദന്മാരല്ലാത്ത സകല ജാതികളെയും എന്നെയും നിങ്ങളെയും കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് ചേർക്കാമെന്നുള്ള അപ്പോസ്തലന്മാരുടെ തീരുമാനം എടുത്തത് ജെറുസലേമിൽ. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം. ഇത്രയും പ്രത്യേകതകളുള്ള ഈ ജെറുസലേം കേട്ടോണം, ഞാനും നിങ്ങളും രൂപാന്തരപ്പെട്ട് 3 വർഷം കഴിയുമ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് പോകും. അതിനുള്ള കോലാഹലമായി ഇതേ. ഇപ്പോൾ ഈ കോലാഹലം മൊത്തം അവൻ്റെ കൈ തളരും. അപ്പോൾ നൊടിയിടയിൽ ഭക്തന്മാർ എടുക്കപ്പെടും, എതിർ ക്രിസ്തു വെളിപ്പെടും. അവൻ ജെറുസലേമിൽ പ്രവേശിച്ചുകൊണ്ട് യഹൂദനോട് പറയും, ഞാൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരാം. അതെ, അറബികളെയും വിളിച്ചു പറയും, നിങ്ങൾ സഹോദരന്മാരാ, സെറ്റിൽമെന്റ് 1, അവർ ദേവാലയം പണിയട്ടെ. യഹൂദന് ഏറ്റവും ആവശ്യം, അവൻ ഏതും തള്ളിക്കളയും, ദേവാലയം കൊടുത്താൽ മതി. ദേവാലയം പണിയട്ടെ, പകരം ജെറുസലേം അവർക്ക് വിട്ടുകൊടുക്കാൻ പറയും. അങ്ങനെ വിട്ടുകൊടുക്കുമോ? വേഗം വായിക്കാം. കർത്താവിൻ്റെ വരവിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ സംഭവിക്കുമോ? വെളിപ്പാട് 11:2 വേഗം വായിക്കാം. വെളിപ്പാട് 11:2 മുതൽ. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം. അടുത്തത്, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. ജാതികൾ പിടിച്ചെടുത്തില്ല, യുദ്ധം ചെയ്തില്ല, ജാതികൾക്ക് കൊടുക്കുക. ഈ മൈക്ക് എനിക്ക് തന്നതാ, ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അടുത്ത വാക്യം, അവർ വിശുദ്ധ നഗരത്തെ 42 മാസം 3.5 വർഷക്കാലം ചവിട്ടും. അവരുടെ കയ്യിൽ ജെറുസലേം കിട്ടും. അതിനു വേണ്ടിയുള്ള ബഹളമാണ് ഈ നടക്കുന്നത്. ഗാസയിലെ യുദ്ധം തീരാൻ പോകുന്നില്ല, സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു രാജ്യത്തിനും പറ്റത്തില്ല. ഇതിങ്ങനെ തുടരും. ഇതാ കാലസമ്പൂർണ്ണതയിൽ കർത്താവ് വരും. കാത്തിരിക്കുന്ന യോഗ്യതയുള്ള വിശുദ്ധന്മാർ മാത്രം എടുക്കപ്പെടും. ബാക്കിയുള്ളവരിവിടെ കിടക്കും. അവരുടെ മേൽ അവൻ ഭരിക്കുന്നതിൻ്റെ ശരിയായിട്ടുള്ള റിഹേഴ്സൽ നടത്തി അവനിതാ വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രിയിൽ എൻ്റെ വചനം കേൾക്കുന്നവരെ, എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവർ 2ആയിട്ട് തിരിയാൻ പോകുന്നു. 1, ആ കർത്താവിനെ കണ്ടുമുട്ടി അവനെ കണ്ടുമുട്ടിയ വേണ്ടുന്ന വിധത്തിൽ ജീവിക്കുന്നവർ രൂപാന്തരപ്പെടും. ട്രാൻസ്ഫോർമേഷൻ. ശരീരം രൂപാന്തരപ്പെടും. തേജസ്സിൻ്റെ ശരീരം കിട്ടും. 7 വ്യത്യാസം ഉണ്ടാകും. 2, ബാക്കിയുള്ളവർ അവരറിയാതെ ഒരുവന്റെ ഭരണത്തിൻ്റെ കീഴിൽ കയറും. അതാണ് വൺ വേൾഡ് ഗവൺമെൻറ്. പടിഞ്ഞാറൻ രാജ്യക്കാരും യുണൈറ്റഡ് നേഷൻസും ഒരുപോലെ പറയുന്നു, ഒരു ഏകലോക ഗവൺമെൻറ് വരട്ടെ. 2016 ഇറാനിൽ കൂടിയ ചേരിചേര സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞു, ഈ ലോകത്തിന് സമാധാനം കിട്ടാൻ ഒരേക ഭരണം വേണം. അപ്പോൾ പടിഞ്ഞാറൻ രാജ്യക്കാരും അത് പറയുന്നു, വൺ വേൾഡ് ഗവൺമെന്റ്, ഒരുവൻ ലോകം ഭരിക്കും. അതിൻ്റെ അടയാളമാ ഇന്നത്തെ ലോകത്തിലെ ഭരണക്രമങ്ങൾ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി, ജനം മടുത്തു. ഒരുവൻ വരാൻ പോകുന്നു. എന്നാൽ എന്നെ കേൾക്കുന്നവരെ, ഈ തലമുറ കർത്താവിൻ്റെ വരവിൻ്റെ തലമുറയാണ്.
ഒരുപാട് അടയാളങ്ങളുണ്ട്. ഞാൻ അത് കയറിയെന്നേ ഉള്ളൂ. എൻ്റെ സമയം ഇവിടെ തീർന്നു. കണ്ണുകളടയ്ക്കാം. ശാന്തമായ രാത്രി. ഞാൻ വളരെ സന്തോഷിക്കുന്നു. വാഹനങ്ങളുടെ ശബ്ദങ്ങളൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് മാത്രം നമുക്ക് നമ്മളെ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ തലമുറയിൽ കർത്താവ് വരും. രൂപാന്തരപ്പെടുവാൻ രഹസ്യമായോ പരസ്യമായോ എന്തെങ്കിലും തടസ്സമുണ്ടോ? കർത്താവിന് നിരക്കാത്ത ആവശ്യമില്ലാത്ത എന്തെങ്കിലും ലോക അലങ്കാരം കൂടെ ഉണ്ടോ? എന്തെങ്കിലും ലോക അലങ്കാരം കൂടെ ഉണ്ടോ? ഏതെങ്കിലും കർത്താവിനെ ഇഷ്ടപ്പെടാത്ത ബന്ധങ്ങളുണ്ടോ? വിട്ടുകളാ. ഏതെങ്കിലും സ്വഭാവത്തിൽ കുറവുണ്ടോ? വിട്ടുകളാ പ്ലീസ്. ഇവിടെ കിടന്ന് കുഴയരുത്. അവൻ ഭരിക്കുമ്പം മക്കളെ അപ്പന്മാർ വിവാഹം കഴിക്കുന്ന ഒരു കാലം വരാൻ പോവുക. അതാണ് അധർമ്മമൂർത്തി. അതിൻ്റെ നിഴലായി ഇപ്പോൾ ഈ കാണുന്നതെല്ലാം. ഈ കൃപ പ്രാപിക്കാത്ത ആരെങ്കിലും സുഹൃത്തെ, എൻ്റെ പ്രഭാഷണം നിങ്ങൾക്കൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കട്ടെ. നിങ്ങളുടെ മതമേതാ, സഭയേതാ, ഇതൊന്നുമല്ല എൻ്റെ വിഷയം. പാപങ്ങളുടെ ഏകപരിഹാരം കർത്താവായ യേശുവിൻ്റെ രക്തം. അത് കേട്ടാൽ പോരാ, അത് അനുഭവമാക്കണം. ഒരു ഭക്ഷണത്തെക്കുറിച്ച് കേട്ടുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മളത് ടേസ്റ്റ് ചെയ്തെങ്കിൽ അതിന് ഗുണമറിയത്തുള്ളൂ. യേശുവിൻ്റെ രക്തത്തിൽ കൂടി പാപം മാറിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. വചനം പറയുന്നതാ. ഞാൻ തോമസ് മാമനല്ല പറയുന്നത്. ഇന്ന് രാത്രി സമർപ്പിക്കാം. ശാന്തമായ ഒരു നിമിഷം. ഗായകസംഘം മുന്നോട്ട് വരാം. ഒരു പാട്ടിൻ്റെ ശാന്തമായ ഒരടി വളരെ ശാന്തമായിട്ട് പാടാം. സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു മിനിറ്റ് ശാന്തമായ സമയം.